വചനം എന്ന് പറയുന്നത് അത് കേട്ട് അനുസരിച്ച് കഴിയുമ്പോൾ അസുഖമായിട്ട് മാറും. പക്ഷെ വചനം എന്ന് പറയുന്നത് അത് ഉള്ളിൽ കുത്തുകൊണ്ട്, അത് പാസ്റ്റാണെങ്കിലും വിശ്വാസം കുത്തുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്ക് ഒരുപോലെ പ്രയോജനമായി തരണം. അതുകൊണ്ട് ഇന്ന് രാവിലെ കർത്താവദാസൻ പക്ഷേ ഷമീൽ കൊല്ലം ഈ ദിവസം നമ്മുടെ ശുശ്രൂഷയുണ്ട്. ഇന്നും കടന്നു ശുശ്രൂഷിക്കുന്നല്ലോ. കർത്താവദാസൻ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ശുശ്രൂഷിക്കും. ശ്രദ്ധയോടും പ്രാർത്ഥനയോടെ ഇരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമം ഈ നല്ല പകലിൽ ഉയർത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ ബഹുമാന്യരായ ദൈവത്തിന്റെ അഭിഷിക്ത ദാസന്മാർ, ഈ പുൾപിറ്റിലും വേദിയിലുമായിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാരുണ്ട്, കടന്നു വന്ന ദൈവമക്കളുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒത്തിരി മുഖവുരകൾക്കൊന്നും സമയമില്ല. നമുക്ക് ദൈവവചനമാണ് വളരെ ആധികാരികമായി ചിന്തിക്കേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളായി എൻ്റെ നാട്ടുകാരനും എൻ്റെ സ്നേഹിതനുമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ ഷാജി പാസ്റ്ററുടെ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസംഗിച്ച് ഇന്നത്തെ യോഗത്തോടെ അവസാനിക്കുകയാണെന്നാണ് എൻ്റെ അറിവ്. ഏതായാലും നാം ദൈവവചനം എത്ര കേട്ടാലും അതൊരിക്കലും നമുക്ക് തീരുന്നില്ല. ഇന്നും അത് പഠിച്ചു തീർന്നവരും ആരും ഇവിടെ ഇരിപ്പില്ല. നമ്മളെല്ലാം ഇന്നും ദൈവവചനം പഠിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ്. സ്തോത്രം. അതുകൊണ്ട് വളരെ ആവേശത്തോടെ വേണം നമുക്ക് കർത്താവിൻ്റെ വചനത്തോട് അടുത്ത് വരുവാൻ. നമുക്കിന്ന് ദൈവവചനത്തോട് വളരെ ആവേശം കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ഇവിടെ മുഖവുരയായി കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചു, ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ മുറിവേൽപ്പിച്ച് പ്രസംഗിക്കുന്ന പൊതുവേ എന്നെ കുറിച്ചുള്ളൊരു അഭിപ്രായമാണ്. പക്ഷെ ഞാൻ എന്തോ ചെയ്തിട്ടാന്ന് എനിക്ക് ഇതുവരെയും പിടികിട്ടിയിട്ടില്ല. എന്നാ താങ്കൾ പറഞ്ഞ ആ വചനം അത് അങ്ങനെ അല്ലടോ എന്ന് ഒരാളും പറഞ്ഞിട്ടുമില്ല. അടകൊണ്ടതല്ല. കവലെ പ്രസംഗിക്കുന്ന ഒരു ഉപദേശിയാണ്. ഞാൻ അമേരിക്ക വന്നെന്ന് വചനവിരുദ്ധമായ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ നിങ്ങൾ എന്നെക്കാള് വളരെ പഠിപ്പും പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും പഠനം കൊണ്ടും സീനിയറായിട്ട് അഭിഷിക്തന്മാർ അവിടെ ഇരിക്കുന്നത് ഇവിടെ. അപ്പൊ നിങ്ങൾക്ക് പറയാം മോനെ അത് അങ്ങനെ അല്ലടാന്ന് പറയാം. അതൊന്നും ആരും പറയുന്നില്ല. പിന്നെ ഈ കുത്തു കൊള്ളുന്നെങ്കിൽ സൂത്രം കയ്യിലിരിക്കുന്നോണ്ടാണ്. അതങ്ങനെ. അപ്പൊ അതുകൊണ്ട് സൂത്രം അങ്ങ് വിട്ടാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഞാനായിട്ട് കുന്തവും വാളും കൊണ്ടൊന്നും അല്ല കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറിയത്. സ്തോത്രം. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവവചനത്തോട് അടുത്ത് വരണം. വചനത്തിൽ ഇല്ലാത്തൊന്നും ഞാൻ പറയില്ല. അങ്ങനെ പറയാൻ നമുക്ക് ആർക്കും അനുവാദമില്ല. അതുകൊണ്ട് വ്യാഖ്യാനവും സ്വന്തമായിട്ട് ഒത്തിരി നടത്തുന്ന ആളല്ല ഞാൻ. കാരണം വ്യാഖ്യാന ശാസ്ത്രമൊന്നും പഠിച്ചിട്ടില്ല. അപ്പൊ എഴുതിയിരിക്കുന്ന കാര്യം അതുപോലെ നിങ്ങളെയൊക്കെ വായിച്ച് കേൾപ്പിക്കുക സാധാരണഗതിയിൽ ചെയ്യാറുള്ളൂ. അത് തന്നെ ആയിരിക്കും ഇന്നും ചെയ്യുക. മുഖവുരകളൊന്നും കൂടാതെ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. വചനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. സ്തോത്രം. ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം വായിക്കാം. ഞാൻ വാസ്തവത്തിൽ PC നാക്കിനോടുള്ള ക്ഷണമനുസരിച്ചാണ് ഞാൻ അമേരിക്കയിൽ വന്നത്. അവിടെ ഞാൻ ന്യൂയോർക്കിൽ വന്ന് ഇറങ്ങിയ എയർപോർട്ട് മുതൽ എന്നെ വന്ന് പിക്ക് ചെയ്ത് ഇന്നയോളം താമസവും ഭക്ഷണവും ഒക്കെ തന്ന് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് പ്രിയ ജെയിംസ് അബ്രഹാം എന്ന കർത്താവിൻ്റെ ദാസൻ. ഈ നവംബർ 10 വരെ എനിക്ക് അമേരിക്കയിൽ മീറ്റിംഗ് ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. 10 കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് കടന്നു പോകും. കർത്താവ് അനുവദിച്ചാൽ 2016 ഞാൻ ഇവിടെ വരില്ല. കാരണം 2016 ഒരു പ്രോജക്റ്റ് ഉണ്ട്. കേരളത്തിലുടനീളം പരസ്യയോഗവും പണ്ട് നമ്മുടെ പിതാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്ന പോലെ മുറ്റത്തെ കൺവെൻഷനും ചെയ്യുവാനുള്ള ഒരു ചിന്ത ദൈവം ഹൃദയത്തിൽ തന്നു. അത് ചെയ്യുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. 17 ഒരു ക്ഷണമുണ്ട്. എന്നാൽ വരുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മളിങ്ങനെ പറയുന്നു, നാളെ ഞാൻ ഇന്നടുത്ത് പോയി ഇന്നത് ചെയ്ത് ഇത്ര ലാഭം ഉണ്ടാക്കി അതിൽ ഇത്ര ശതമാനം കർത്താവിനിടും എന്നൊന്നും പറയണ്ട. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടിയത്. അതുകൊണ്ട് ക്ഷണമുണ്ട്. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ 17 നമുക്ക് വീണ്ടും കാണുവാൻ ഇടവരട്ടെ. ഞാനിവിടെ വരുമ്പോൾ എനിക്കൊരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഇത് യൂത്തിന്റെ ഒരു മീറ്റിംഗ് ആണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആ യൂത്തിന് ഈ കാലഘട്ടത്തിൽ എൻകറേജ് ആകുന്ന നിലയിൽ ഒരു സന്ദേശം പറയണം. ഞാനത് വളരെ പ്രാർത്ഥിച്ച് ഒരുങ്ങിയ ഒരു സന്ദേശമൊക്കെ ആയിട്ട് ഇവിടെ വന്നപ്പോൾ യൂത്തിനെ കാണുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി കർത്താവ് യൂത്തിനെ കൊണ്ട് പോയോ എന്ന്. പിന്നെ ഒരു ആശ്വാസമുണ്ട്, പാടുന്നതെല്ലാം യൂത്താണല്ലോ, ഇവരിവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ സംഗതി എന്താണെന്ന് പിടുത്തമില്ല. ഏതായാലും ഞാൻ സന്ദേശം ഒന്ന് മാറ്റിപ്പിടിക്കുക. സ്തോത്രം.
അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് തന്നെയായി ഇന്ന് പകൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ചിന്തയ്ക്കാധാരമായി എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം ഉറക്കെ ഒന്ന് വായിച്ചേ. എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് ഉറക്കെ വായിച്ചു വേഗത്തിൽ. മതി. ആമേൻ. രാജാവിന് ബോധിച്ച യുവതി വസ്തുക്ക് പകരം രാജ്ഞിയായിരിക്കട്ടെ. ഈ കാര്യം രാജാവിന് ബോധിച്ചു. ആമേൻ. വളരെ പ്രാർത്ഥനയോടായിരിക്കണം. ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെതായ ഗൗരവത്തോടെ ആവേശത്തോടെ ദൈവവചനം കേൾക്കാനിടയാണ്. എന്റെ പേര് കൊണ്ട് തന്നെ വാക്കും ഭാഷണവും കൂടാതെ പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? എന്താ മനസ്സിലായി? ഇടയ്ക്കൂടെ മുസ്ലിം അല്ല. അത് ഇടയ്ക്ക് ചിലർ പറഞ്ഞു മുസ്ലിമായിരുന്നു. ആണെന്ന് പറഞ്ഞാൽ ഓടിക്കും. ഇതിനകത്ത് വന്നിട്ടും ഗുണപ്പെടാത്ത ഒത്തിരി എണ്ണമുണ്ട്. പിന്നല്ല. അപ്പൊ അതുകൊണ്ട് 2002 ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് തിരിച്ചറിയുവാൻ കർത്താവ് കണ്ണുകളെ തുറന്നു. 2/8/2002 ഉച്ചയ്ക്ക് 12:40 രക്ഷിക്കപ്പെട്ടു. 3 ആഴ്ചയ്ക്ക് ശേഷം വിശ്വാസസ്നാനം സ്വീകരിച്ചു. ബാപ്പയും ഉമ്മയും 2 പെങ്ങന്മാരും വല്യമ്മയും അടങ്ങുന്ന കുടുംബത്തിൽ നിന്ന് പിതാവ് ഒഴികെ ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ മക്കളായി തീരുവാൻ കർത്താവ് ഭാഗ്യം നൽകി. കൃപയാൽ 13 വർഷമായി വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കാൻ കർത്താവ് സഹായിക്കുന്നു. എൻ്റെ അയലത്തുകാരനാണ് ഷാജി പാസ്റ്റർ. അദ്ദേഹത്തിന്റെ കൺവെൻഷനിൽ ഞാൻ പോയി ശുശ്രൂഷിച്ചിട്ടുണ്ട്. എൻ്റെ അയലത്തുകാരനും കർത്താവിൽ നമ്മൾ പാടി ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്. കണ്ണുനീരെന്ന് മാറുന്നൊക്കെ എഴുതിയ സാംജി മുഖത്തല ഞങ്ങൾ അയൽക്കാരും സ്നേഹിതരുമാണ്. അദ്ദേഹത്തിന്റെ അനുജൻ ഇവിടെ ഇരിപ്പുള്ളതിൽ സന്തോഷിക്കുന്നു. അങ്ങനെ ആമേൻ. കൃപയാൽ ഇന്നയോളം നിലനിൽക്കുവാൻ കർത്താവ് സഹായിച്ചു. രക്ഷിക്കപ്പെട്ട കാലം മുതൽ ദൈവ വചനത്തോട് എനിക്കൊരു ആവേശം ഉണ്ടായി. ഈ ആവേശം ഉണ്ടാകാനുള്ള ഒരു കാരണം, പലരും ഇങ്ങനെ കൂടെ വന്നിട്ട് അയ്യോ അബദ്ധം പറ്റി പോയോ, എന്നാലും നിങ്ങൾ ഇങ്ങനെ പോയപ്പാ, നിങ്ങൾ എന്തിനാപ്പാ ഇങ്ങനെ പോയേ എന്നൊക്കെ ചോദിച്ച് ഒത്തിരി ചോദ്യം കൊണ്ട് വരുമ്പോൾ നമുക്ക് ആകെപ്പാടൊരു വീർപ്പുമുട്ടല്. യോ അബദ്ധം പറ്റിയോ എന്നറിയാൻ അങ്ങനെ ചോദ്യം വന്നിടം മുതൽ പഠിക്കാൻ തുടങ്ങിയതാ വേദപുസ്തകം. സ്വതന്ത്രം ചോദ്യം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. ഇന്നും ചോദ്യം വന്നുകൊണ്ടിരിക്കുക. ചോദ്യത്തിന് കുറവൊന്നുമില്ല. എന്നാൽ അതിന് ഉത്തരം കണ്ടെത്താൻ വേദപുസ്തകം വായിക്കുവാനിടയായി. വേദപുസ്തകത്തിൽ ഒരു ഉറപ്പ് ദൈവം നൽകി. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. വിശുദ്ധ വേദപുസ്തകത്തിൽ ഞാൻ കണ്ട ദൈവത്തിന്റെ പ്രത്യേകത, ദൈവം വ്യക്തമായി അരുളി ചെയ്യുന്ന ദൈവമാണ്. ദൈവം വ്യക്തമായി സംസാരിക്കുന്ന ദൈവമാണ്. അത് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു മനുഷ്യൻ പോലും കഴുത്തറുത്തിട്ടാൽ ഈ പുസ്തകം വിട്ടേച്ച് എവിടെയും പോകത്തില്ല. പോകുമെന്ന് ഉണ്ട്, ശരിയാ, പോകുന്നുണ്ട്. നാട്ടിലൊക്കെ ഇപ്പൊ കറുവാപ്പസി നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് മടങ്ങുക, സ്തോത്രം, തിരിച്ചു പോവുക പലരും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. കാര്യം എനിക്ക് അതിശയമൊന്നുമില്ല. കാര്യം കുഴപ്പം അവരുടെയല്ല, കുഴപ്പം നമ്മുടെ. രക്ഷയേക്കാൾ അധികം, നിത്യതയേക്കാൾ അധികം മറ്റു പലതിനെയും പ്രൊജക്ട് ചെയ്ത് ആളെ കൂട്ടുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഇതിനേക്കാൾ അപ്പുറത്തൊരു ഓഫർ അപ്പുറത്ത് കിട്ടിയാൽ ഇവൻ അങ്ങോട്ടും. ആമേൻ. എന്നാൽ വാസ്തവമായി നിത്യത പ്രതീക്ഷിച്ച് ഈ പുസ്തകത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരുത്തന്റെ കഴുത്തെ കത്തിവെച്ചാലും പള്ളക്ക് കത്തുകയറിയാലും പ്രാണനാഥനെ തള്ളിപ്പറഞ്ഞ് അവർ ഒരിടത്തും പോകത്തില്ല. കാരണം നിത്യതയ്ക്ക് വേണ്ടി പുസ്തകത്തിന്റെ പേരിൽ ഇറങ്ങി. അതുകൊണ്ട് അവിടെ മുതൽ അങ്ങോട്ട് ആവേശത്തോടെ ദൈവവചനം പഠിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് വിവിധ നിലയിൽ നമ്മളോട് സംസാരിക്കും. എന്റെ അനുഭവത്തിൽ നിന്ന് 3 നിലയിൽ ദൈവം ഇടപെടും. ഒന്ന്, ദൈവം വചനത്തിൽ കൂടെ നമ്മോട് സംസാരിക്കും. ആമേൻ. ഇത്തിരി അനുഭവങ്ങൾ ദൈവാസന്മാർക്ക് കാണും. എന്റെ അനുഭവത്തിൽ 3 നിലവാരം പറയാം. ഒന്ന്, വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. അതെങ്ങനെ? അയ്യോ അതൊക്കെ ഞങ്ങൾക്ക് അറിയാൻ പാസ്റ്റേ. എങ്ങനെ? ചുമ്മാ ഞങ്ങൾക്ക് അറിയാം. എങ്ങനെ അറിയാതെ? വേദപുസ്തകം എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് രക്തം ചെയ്യും. സ്വത്രം പറഞ്ഞ് പകുതിക്ക് തുറക്കുമ്പോൾ കിട്ടുന്നതാണ് ദൈവം എന്നോട് സംസാരിക്കുന്ന ചിലരുടെ ചിന്ത. അതല്ല രസമാണ് കാണാൻ. പകുതിക്ക് ഇങ്ങനെ പറഞ്ഞ് സ്വത്രം പറഞ്ഞ് ഇങ്ങനെ തുറക്കുമ്പോൾ യോവാണെങ്കിൽ യോ എന്ന് പറഞ്ഞിട്ടേക്കും രക്തം ചെയ്യും. പോരാട്ടം, ശാസിക്കുക. എന്നിട്ട് വീണ്ടും ആമേൻ വിരലിച്ചിലൂടെ ഇങ്ങോട്ട് നീട്ടി തുറക്കും. കാര്യം യോബ് കഴിഞ്ഞ അടുത്ത് എത്തുവോ? സങ്കീർത്തനം. അത് കിട്ടാൻ വേണ്ടിയല്ലോ തപ്പുന്നത്.
വീണ്ടും തുറക്കുമ്പോൾ 22-ാം സങ്കീർത്തനമാണ് വീണ്ടും അടയ്ക്കും. പോരാട്ടമാണല്ലോ ഇന്ന് മൊത്തം. സ്വത്രം. പിന്നെ തുറക്കും 51 വീണ്ടും അടയ്ക്കും. അങ്ങനെ നല്ലൊരെണ്ണം കിട്ടുന്നവരെ തുറന്നുകൊണ്ടേയിരിക്കും. നല്ല ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഞായറാഴ്ച സഭയിൽ എഴുന്നേറ്റ് കഴിഞ്ഞ ആഴ്ച ദൈവാത്മാവ് എന്നോട് സംസാരിച്ച ഒരു വാക്യം വായിച്ചിരുന്നു. പച്ചക്കള്ളവേ കുത്തിയിരുന്ന് തപ്പി പിടിച്ചതാ, മുട്ടുന്നില്ല. ദൈവവചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. വചനവുമായി കർത്താവിന്റെ സന്നിധിയിൽ വേറിട്ടിരിക്കണം. അരുളപ്പാട് കേൾക്കുവാൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അധ്യായങ്ങൾ മാറി മറിഞ്ഞ് വായിച്ചു പോകാം. അതിനിടയിൽ എവിടെങ്കിലും ചൂണ്ടക്കൊളുത്തിട്ട് പിടിക്കുന്ന പോലെ ഹൃദയത്തിനകത്തൊരു കൊളുത്തു വീഴുമ്പോൾ ദൈവസന്നിധിയിൽ ധ്യാനിക്കണം. അതിനകത്തൊളിഞ്ഞും മറഞ്ഞു വിരിക്കുന്ന പൊരുൾ തിരിച്ചു പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരും. ഹൃദയത്തിൽ ദൈവം ഇടപെടും. 100 അനുഭവങ്ങൾ ഇവിടെ ഇരിക്കുന്നവർക്ക് കാണും. ചില യാത്ര ഇറങ്ങുമ്പോൾ ആത്മാവ് ഇടപെടും, പോകണ്ട. ചില മീറ്റിങ്ങിന് ദൈവം ഇടപെടും, പോകണ്ട. ചില വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നേരം തമ്പുരാൻ പറയും ഇവന് വേണ്ടി പ്രാർത്ഥിക്കണ്ട. അങ്ങനെ ഹൃദയത്തിനകത്ത് ഒരു ഗൈഡൻസ് പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടു. 3, ദൈവം നമ്മോട് ലൈവായി സംസാരിക്കുന്നു. ആ അനുഭവം പലർക്കും ഇല്ല. ചില വ്യക്തികോസുകാരോ അങ്ങനെയൊക്കെ ഉണ്ടോ? കാര്യം ഇത് ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. ആമേൻ. അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. ആമേൻ. എപ്പോഴുമല്ല. സുവിശേഷ വിരോധികൾ സുവിശേഷ നിമിത്തം പോസ്റ്റൽ പിടിച്ചു കെട്ടി 2 അടി അടിച്ചൊരു നേരം. ആമേൻ. അതൊന്നും ഞാൻ ഈ സാക്ഷിയൊന്നും പൊലിപ്പിക്കാറില്ല. കാര്യം ഇതൊക്കെ പറഞ്ഞ സഹതാപം മേടിച്ചിട്ട് വല്ല കാര്യമുണ്ട്? ഒരു കാര്യമില്ല. അതുകൊണ്ട് അതൊന്നും പറയണ്ട. എന്നാൽ ആ അനുഭവത്തിനിടയിൽ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ടു. 1000 നിന്റെ വശത്തും 10,000 നിന്റെ വലത്തുവശത്തും വീഴും, എങ്കിലും അത് നിന്റെ അടുക്കൽ വരികയില്ലെന്ന ഒരു ശബ്ദം എന്റെ കാതുകളിൽ കേൾക്കാനിടയായി. അന്ന് എനിക്കറിയില്ല ഇത് സങ്കീർത്തനത്തിലെ വാക്യമാണ്. പിന്നത്തേതിൽ പോളയത്തോട് ഏജിയിൽ പാസ്റ്റർ PG ദാനിയേൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഞാൻ ആരാധനയ്ക്ക് ഇതുപോലൊരു വിശുദ്ധ പകലിൽ അവിടെ ഇരിക്കുമ്പോൾ അന്ന് അവിടെ വായിച്ച 91-ാം സങ്കീർത്തനം വായിച്ചു വന്നപ്പോൾ ഈ വാക്യം അവിടെ വായിച്ചു കേട്ടപ്പോഴാണ് എൻ്റെ അകത്തൊരു മിന്നലുണ്ടായത്. ഇത് ദൈവമായിരുന്നു എന്നോട് സംസാരിച്ചു. രക്ഷിക്കപ്പെട്ട കാലത്തുള്ള കാര്യമാണ്. ദൈവവചനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. വേദപുസ്തകത്തിൽ തന്നെ പറയാം. ലൂക്കോസ് 5-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. എടുക്കാറാകുമ്പോൾ പറയാം. ലൂക്കോസ് 5-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അവൻ അഥവാ യേശു ഗന്നസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ബാക്കി ഇതിന്റെ ഒന്നും അറിയത്തില്ല. ഞാൻ വേറെ പറഞ്ഞുതരാം. അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ബാക്കി പറ. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടെ കിടക്കേണ്ടി വന്നു, എങ്കിലും സമൃദ്ധിയില്ലേ. അതൊക്കെ നമുക്കറിയാം. ഇവിടെ നോക്കിയേ, അവിടെ എഴുതിയിരിക്കുക പുരുഷാരം അവനെ അവിടെ ഒരു തിക്കും തിരക്കും. എന്തിനാച്ചാ തിക്കും തിരക്കും? ബർഗർ മേടിക്കാനൊന്നും അല്ലേ അവിടെ തിരക്ക്. അവിടുത്തെ തിക്കും തിരക്കും ദൈവവചനം കേൾക്കേണ്ടതിന്. ഇന്നത്തെ തിക്കും തിരക്കും കാണണമെങ്കിൽ മഴ മാറുന്നിടത്ത് പോകണം. അതാ സ്വത്രം പോയി കണ്ടോ, മഴയെ തൊട്ട അടിയ സ്വത്രം നോക്കാൻ ദൈവവചനം കേൾക്കേണ്ടതിന് അവരെ തിക്കിക്കൊണ്ടിരിക്കും. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ചിന്ത, ഈ തിക്കിയവരും തിരക്കിയവരാരും രക്ഷിക്കപ്പെട്ടവരല്ല. ഇടുന്നില്ല. കൃപയാലുള്ള നീതീകരണം പ്രാപിച്ചവരല്ലവർ, എങ്കിലും അവർ ദൈവവചനത്തോട് ആവേശം കാണിച്ചു. പുതിയ നിയമസഭയിലും അത് മാറ്റമില്ല. പൗലോസ് തനിക്ക് പിറ്റേനാൾ അത്യാവശ്യമായി പുറപ്പെട്ടു പോകണം എന്നറിയിച്ചപ്പോൾ സഭ ഒന്നടങ്കം പറഞ്ഞു, നാം മുന്നോട്ട് പോട്ടെ, പ്രസംഗം മുന്നോട്ട് പോട്ടെ. അവിടെ എഴുതിയിരിക്കുന്നു, അവൻ പ്രസംഗിച്ചു പാതിരാവരെയും നീട്ടി. അങ്ങനല്ലേ നിങ്ങളുടെ പുസ്തകത്തിൽ? പ്രവൃത്തി 10:44 പഠിക്കുമ്പോൾ ആമേൻ ഈ വാക്കുകളെ പത്രോസ് ഈ വചനങ്ങളെ പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യ ഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു. എപ്പോഴാ വചനം കേട്ടവരുടെ മേൽ എന്ത് വന്നു? അവർ അന്യഭാഷയെ സ്തുതിച്ചു. അന്ന് വചനം കേട്ടവരാ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചു. അന്ന് വചനം കേട്ടവരുടെ മേലാ ആത്മാവ് വന്നു. ഇന്ന് വചനം കേട്ടാ എന്ത് വരും? വചനം കേട്ടാ ഉറക്കം വരും. അന്ന് ആത്മാവ് വന്നു, അവർ ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് വചനം കേൾക്കുമ്പോൾ കേട്ട്
അങ്ങ് ഉറങ്ങി. ആത്മാവ് വരണമെങ്കിൽ പഴയ കുപ്പി, പാട്ട, പേപ്പർ അല്ലേ, അതൊക്കെ പറയണം. മനസ്സിലായില്ല ചിലർക്ക്, അത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അതുകൊണ്ട് ദൈവവചനമാണ് നാം കേൾക്കാൻ പോകും. വളരെ ആവേശത്തോടെ, ഗൗരവത്തോടെ നാം കേൾക്കണം. എനിക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് ഇടപെട്ടു. പ്രസംഗിച്ചത് ആരെന്നുള്ളതല്ല വിഷയം, പ്രസംഗിച്ചത് എന്താണെന്നുള്ളതാണ് വിഷയം. പരിശുദ്ധാത്മാവ് ഇടപെട്ടു, എനിക്ക് ഉറപ്പാണ്. ആമേൻ. കാര്യം ചിലർ ഇന്നയാൾ അന്നാ പോവാ, ഇന്നയാൾ വേണ്ട. ആളിനെ നോക്കിയാ ദൈവവചനം കേൾക്കണം, വചനം കേൾക്കണം. ശലോമോൻ കൃപയിൽ നിന്ന് വീണുപോയി, സഭാപ്രസംഗം പോയോ? ഉത്തമഗീതം കീറി കളഞ്ഞോ? സാദൃശ്യവാക്യം വേണ്ടായോ? വിടുന്നില്ല. ഇതൊക്കെ ആരാ എഴുതിയത്? പിന്നെ അങ്ങനെ പോയി. ഇനി നമുക്കെന്തിനാ ഇത്? പറഞ്ഞത് ദൈവമാണ്. ഹല്ലേലൂയ. ഇവിടെ വായിച്ചു, നമ്മളെ കേൾപ്പിച്ചു. തന്റെ ജനത്തിന് ദൈവം എല്ലാം കൊടുത്തു. അതിന്റെ ആ ആഹാരത്തിന്റെ കണക്കൊക്കെ പറഞ്ഞപ്പം ഇവിടെ ചിലർ ആത്മാവിൽ സ്വോത്രം പറയാൻ ഞാൻ കണ്ടു. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനല്ലേ. ആഹാരത്തിന്റെ കണക്കും ആ ഒരു ചെറിയ തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം കൊടുത്ത രംഗമൊക്കെ കർത്താവിന്റെ ദിവസം പറഞ്ഞപ്പോഴത്തേക്ക് എന്താ സന്തോഷമായിരുന്നറിയോ? അതിലൊരെണ്ണം വാഗ്ദത്ത നാട് കണ്ടില്ല. അത് നിങ്ങൾ ആരും ഓർക്കുന്നില്ല അല്ലേ? പ്രൈസ് ദി ലോർഡ്. അതിന്റെ തെളിവാ എബ്രായ ലേഖനത്തിലേക്ക് വന്നത്. സമയപരിമിതി കൊണ്ട് വിശദീകരിക്കാൻ പറ്റാതെ പോയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നാമും അവരെ പോലെ എന്ന് ഉപമിച്ച് കോട്ട് ചെയ്തിട്ട് പൗലോസ് പറഞ്ഞു, അതുകൊണ്ട് അവർ കേട്ട വചനം വിശ്വസിക്കായകൊണ്ട് അവർക്കത് ഉപകാരമായി വന്നില്ല. നാം അതുകൊണ്ട് അനുസരണക്കേടുള്ളവരായിരിക്കരുത്, കേട്ടത് അനുസരിക്കണം. അങ്ങനെ ആ ഭാഗം തീരുന്നേ. കേട്ടത് കൊണ്ട് ഗ്ലോറി പറഞ്ഞുകൊണ്ടൊന്നും സംഗതി പൂർത്തിയായില്ല. ഇതനുസരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വായിച്ച വേദഭാഗത്തിലേക്ക് ഞാൻ ഓടി വരാം. പഴയ നിയമത്തിലെ ഒരു വേദഭാഗമാണ് ഞാൻ വായിപ്പിച്ചത്, എസ്തേറിന്റെ പുസ്തകം. അത്ര മനോഹരമാണെന്നറിയോ? പക്ഷേ എന്തുകൊണ്ട് അത് മനഃപൂർവ്വം വായിപ്പിച്ചതാ? കാര്യം ഇന്നൊരു കൂട്ടം അപ്പച്ചന്മാരെ തെറിവിളിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. പഴയ നിയമം വേണ്ട, പഴയ നിയമം വേണ്ട, പഴയ നിയമം കീറിക്കളയണം, സങ്കീർത്തനമൊന്നും സഭകളിൽ വായിക്കേണ്ട കാര്യമില്ല എന്നൊക്കെയാ പലരും പറയുന്നത്. ആമേൻ. ഈ സങ്കീർത്തനമൊക്കെ എടുത്ത് കളാറായി എന്നൊക്കെ പറഞ്ഞ് ഒരു പുതിയ പഠിപ്പിക്കൽ രംഗത്ത് വന്നിരിക്കുക. പഴയ നിയമം വേണ്ട പോലും. ആമേൻ. മിണ്ടുന്നില്ല. നിങ്ങൾ കേട്ട് കാണത്തില്ല, നാട്ടിലൊക്കെ ഉണ്ട്, ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ സംഗതി ഇങ്ങനെ അങ്ങ് വ്യാപകമായി. പുതിയ നിയമം നമുക്ക് മതി. പുതിയ നിയമത്തിലും ചിലത് വേണ്ട എന്നാ അവർ പറയുന്നത്. അതവിടെ നിൽക്കട്ടെ, എല്ലാം വിശദീകരിക്കാൻ സമയമില്ല. പഴയ നിയമം വേണ്ട എന്ന് പറഞ്ഞിട്ട് 1000-2000 ഫീസ് വെച്ച് രക്ഷിക്കപ്പെട്ട പെന്തക്കോസുകാരെ അകത്ത് കയറ്റി, കോഴിക്കൂട്ടിനകത്ത് കയറി വാതിലടയ്ക്കുന്ന പോലെ പെന്തക്കോസുകാരെ കയറ്റി അകത്തിട്ട് ഈ തരത്തിലുള്ളത് പഠിപ്പിച്ച് തുള്ളിക്കുക. പഴയ നിയമം വേണോ വേണ്ടെന്നുള്ള ഞാൻ പിന്നാലെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടൊന്ന് വിശദീകരിക്കാം. എന്നാൽ ഈ അകത്ത് കയറ്റി തുള്ളിക്കാൻ ഇവർ ഉപയോഗിക്കുന്ന വാക്യമാണ് എന്നെ അല്പം രസിപ്പിച്ചത്. എന്തെന്നറിയാമോ? മുമ്പിലിരിക്കുന്ന ജനത്തോട് പറയുക, പ്രാപിക്ക് അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും, പുത്രന്മാർ, പുത്രിമാർ, കുഞ്ഞുങ്ങൾ. അതാരാ പറഞ്ഞു? മിണ്ടുന്നില്ല. അതാരാ പറഞ്ഞു? അതേത് നിയമോ? പഴയ നിയമം. പക്ഷെ എവരിത് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാ സംഗതി അങ്ങനെ ആയിപ്പോയത്. പ്രിയമുള്ളവരെ, വചനപരിജ്ഞാനമില്ലാത്ത ജനം ഇത് കേട്ട് തുള്ളുക. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം. പഴയ നിയമം വേണ്ട എന്ന് തീർത്തു പഠിപ്പിക്കാൻ സാധ്യമല്ല. ഒന്ന്, പഴയ നിയമവും പുതിയ നിയമവും കൂടെ ചേർന്ന പുസ്തകത്തെയാ നമ്മൾ വേദപുസ്തകം എന്ന് വിളിച്ചു പഠിച്ചത്. നമുക്ക് ലഭിച്ചത് അങ്ങനെ. രണ്ട്, പുതിയ നിയമം ആരംഭിക്കുന്നത് മത്തായിലാണ്. മത്തായി ആരംഭിക്കുമ്പോൾ യേശു യോസേഫിന്റെയും മറിയുടെയും മകനായി ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടല്ല ആരംഭിക്കുന്നത്. അബ്രഹാമിൽ തുടങ്ങിയിട്ടാണ് യേശുക്രിസ്തുവിൽ വന്ന് നിൽക്കുന്ന എഴുത്ത്. മൂന്ന്, സാക്ഷാൽ ദൈവമായ ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് ഏലി ഏലി ലമ്മാ ശബക്താനി, അർത്ഥാൽ എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന് വിളിച്ചോ.
ഉണ്ടെന്നില്ല? വിളിച്ചോ? വിളിച്ചു. അത് ഏത് സങ്കീർത്തനമാണ്? 22-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ എഴുതപ്പെട്ടതാണ്. ഒരിക്കലൊരു മുസ്ലിം ആയിരിക്കുന്ന സ്നേഹിതൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, യേശു ദൈവമാണോ? ഞാൻ പറഞ്ഞു, ആ ദൈവം. നല്ല ദൈവം. എന്താ? ഓ വേണ്ട, ദൈവം നിലവിളിക്കുക, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്താണ്? അപ്പൊ ദൈവം ദൈവത്തോട് നിലവിളിച്ച രണ്ട് ദൈവം. അതേത് ദൈവം? ഈ ദൈവം. നമ്മൾ ഉടനെ പറയും, അത് പിതാവ്, ഇത് പുത്രൻ. ഓ അപ്പൊ ദൈവം അതിൻ്റെ ഇടയ്ക്ക് കല്യാണം കഴിച്ചു മക്കളും ഉണ്ടായ. അത് ഞാൻ പാസ്റ്ററോട് ചോദിച്ചിട്ട് പറയാം. കാര്യം അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ പിതാവും പുത്രനും ഒന്നും അല്ല വിഷയം. അവിടുത്തെ സബ്ജക്റ്റ് അത് പ്രവചന നിവർത്തിയായിരുന്നു. ലൂക്കോസ് 24:44 കർത്താവ് തന്നെ പറഞ്ഞു, ഇതാകുന്നു ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ പറഞ്ഞ വാക്ക്, പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും ന്യായപ്രമാണ ചുരുളുകളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന തിരുവെഴുത്തുകൾക്ക് നിവർത്തി വരണം. സങ്കീർത്തനങ്ങളിലും 22-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ മശിഹാ പ്രവചനമായി എഴുതപ്പെട്ട സങ്കീർത്തനം 22-ന്റെ 1 ഏലി ഏലി ലമ്മാ ശബക്താനി, അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള മശിഹാ പ്രവചനമായതുകൊണ്ട് അത് ക്രിസ്തുവിൽ തന്നെ നിവർത്തിയായേ മതിയാകൂ. അതുകൊണ്ട് കർത്താവ് അത് ഏറ്റുപറയുന്നു, സകലവും നിവർത്തിയായി എന്ന് പറഞ്ഞ് പ്രാണനെ വിടുന്നു. ഭംഗിയാ കാര്യങ്ങൾ. അത് പ്രവചന നിവൃത്തിയായി. എന്റെ ചിന്ത അതല്ല. ഈ 22-ാം സങ്കീർത്തനം 1-ാം വാക്യമാണ് ക്രിസ്തു ആമേ പ്രവചന നിവൃത്തിക്കായി ഉദ്ധരിച്ചതെന്ന് നമ്മളിപ്പോ ചിന്തിച്ചു. എന്റെ ചിന്ത അതല്ല. അത് ഏത് നിയമം? 22-ാം സങ്കീർത്തനം പഴയ. അപ്പൊ പഴയ നിയമം വേണ്ടെങ്കിൽ പിന്നെ ഈ സാക്ഷാൽ ദൈവമായ ക്രിസ്തു എന്തിനാണ് ഈ സങ്കീർത്തനമൊക്കെ പറയുന്നത്? ഓ ഇപ്പൊ യേശു ആണ് വലിയ മണ്ടൻ, യോമാരാ മിടുക്കന്മാര്. ആരും മിണ്ടുന്നില്ല. അയ്യോ മാഷേ ചെറിയ അബദ്ധം പറ്റി. എന്താ? അത് പുതിയ നിയമസഭ ആകുന്നതിന് മുമ്പാ കർത്താവ് നിലവിളിച്ചേ. പുതിയ നിയമസഭ ആയി മർക്കോസിന്റെ മാളിക മുറി ആത്മാവ് ഇറങ്ങി കഴിഞ്ഞപ്പോഴല്ലയോ ഇത് വേണ്ടാതെ. ഓ ഓ അങ്ങനെ. എങ്കിലും വിഷയം തീരുന്നില്ല. പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പുതിയ നിയമസഭ മർക്കോസിന്റെ മാളിക മുറിയിൽ ആത്മനിറവിൽ ആമേൻ ആരംഭിച്ച പുതിയ നിയമസഭ ചൈത്രയാത്ര തുടങ്ങി മുന്നോട്ട് പോയി 8-ാം അധ്യായത്തിൽ എത്തുമ്പോൾ ഐത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി, അന്നത്തെ ഭാഷയിൽ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനായിരിക്കുന്ന ഷണ്ണൻ എന്ന അധികാരിയെ സ്നാനത്തിലേക്ക് നയിക്കാൻ ഫിലിപ്പോസ് ഉപദേശി പ്രസംഗിച്ചത് മത്തായി ആണോ മാർക്കാണോ ലൂക്കാണോ? ആരും കൊണ്ടുന്നില്ല. അതേത് നിയമമാ? പുതിയ നിയമസഭയെ തുടങ്ങി അവിടെ ആത്മാവ് ഇറങ്ങി അവിടെ 3000 പേര് സ്നാനപ്പെട്ട അപ്പോസ്തലന്മാർ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടെ ഇങ്ങേര് ഇവിടെ ഇപ്പോഴും പഴയ നിയമം വിട്ടിട്ടില്ല. യെശയ്യാവും കൊണ്ട് നിൽക്കുക. പക്ഷെ അവിടെ ഒരു സ്നാനം നടന്നു, അവിടെ ഒരു ആത്മരക്ഷ നടന്നു. കൺവെൻഷൻ പ്രസംഗിക്കുന്നവരുടെ ഇരിപ്പുണ്ട്. ഇന്നും 2015 ഞങ്ങൾ അനേക വേദികളിൽ നിന്നുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിലെ ക്രൂശ് മരണം തെളിയിച്ചവിടെ പ്രസംഗിക്കുമ്പോഴുണ്ടല്ലോ, ജനം കണ്ണുനീരോടെ ഇന്നും മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം രക്ഷ ക്രൂശില്. ആമേൻ. സാധാരണ ഞാൻ മുസ്ലിങ്ങളോട് പറയുന്ന ഒരു പദമുണ്ട്. അവർ പറയും ബൈബിളെല്ലാം ശരിയാ, ബൈബിളെല്ലാം ശരിയാ, ഞങ്ങൾ അംഗീകരിക്കാം. അവർ പറയാ ബൈബിളെല്ലാം ഞങ്ങൾ അംഗീകരിക്കാം. പക്ഷെ ഒരു കാര്യം മാത്രം, യേശു മരിച്ചിട്ടില്ല, യേശുവിനെ ആരും കൊന്നിട്ടില്ല, യേശു മറഞ്ഞുപോയി, ഇനി വീണ്ടും വരും. ബാക്കിയെല്ലാം ഞങ്ങൾ സമ്മതിക്കാം. ഞാൻ തിരിച്ചവരോട് പറയുന്നൊരു കാര്യമുണ്ട്, ബാക്കി മുഴുവൻ തെറ്റാന്ന് ഞാൻ സമ്മതിക്കാം. എനിക്ക് ഒരൊറ്റ കാര്യം മതി രക്ഷയ്ക്ക്, യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. അത് വിശ്വസിക്കുന്ന എനിക്ക് രക്ഷയുണ്ട്, നിത്യജീവനുണ്ട്. ബാക്കി എല്ലാം പൊള്ളത്തരമാണെന്നൊരു വാദത്തിന് ഞാൻ സമ്മതിക്കാം. എനിക്ക് രക്ഷ പ്രാപിപ്പാൻ ക്രൂശിലേക്ക് നോക്കിയാൽ മതി. ഹല്ലേലൂയ. ആമേൻ. കാര്യത്തിന്റെ ഗൗരവം തിരിച്ചറിയണം. മായാലോകത്തിൽ ഓടരുത്. പ്രൈസ് ദി ലോർഡ്. വളരെ ശ്രദ്ധിക്കണം. അവിടെ എബ്രായ ലേഖനത്തിലും കൊരിന്ത്യ ലേഖനത്തിലും ഉടനീളം ഒക്കെ എടുത്ത് പരിശോധിക്കുക. ഇപ്പം നമ്മളെ കേൾപ്പിച്ചു, അവൻ ആമേ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ലെന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു എന്ന എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മളെ വായിച്ച് കേൾപ്പിച്ചു. അത് ഏത് നിയമമാണ്? പഴയ നിയമത്തിൽ നടന്ന സംഭവം. അയ്യേ പഴയ നിയമത്തിൽ നടന്ന കാര്യമാണോ ഈ പാസ്റ്റർ ഇവിടെ എന്നുകൊണ്ട് പറഞ്ഞ് ഞങ്ങളത് ഏറ്റെടുക്കത്തില്ല പറഞ്ഞോ? പറഞ്ഞില്ല. അമേ കാര്യം ഇച്ചിരി മര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ പഴയതോടൊക്കെ എടുത്ത് കാണിക്കേണ്ടി വരും. ഉദാഹരണമായിട്ട്
അതിനൊക്കാത്തവന്മാർ ഈ ചിലർക്കുണ്ടല്ലോ, ഒരു കാര്യം അങ്ങോട്ട് കുത്തുകൊണ്ട പിന്നെ ഇവന്റെ മൂലഭാഷ തപ്പിപ്പോവും. കാര്യം ഇവൻ എങ്ങനെയെങ്കിലും ഈ മൂലയെ കൊണ്ടിട്ട് ഇത് ചെയ്യാന്നങ്ങ് ഒപ്പിക്കണം. അതിനുവേണ്ടി ഇവൻ ഇത് തപ്പിപ്പോന്നേ. ഇതിങ്ങനാണോ അങ്ങനെ? സ്ത്രീകൾ തലേ തുണി ഇടണം. തലേ തുണി ഇട്ടില്ലെങ്കിൽ അവിടെ മുടി മുട്ട അടിച്ചാണ് നടക്കട്ടെന്ന് പച്ച മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ മൂല തപ്പിപ്പോയി അതെങ്ങനെയും ഇടാതെ വെക്കുക. കാര്യം നമ്മൾ ഈ കുത്തി വെച്ചിരിക്കുന്ന 50 എണ്ണം ഒക്കെ ഒന്ന് വല്ലാതായാലും പിന്നെ ഇത് 10 പേര് കാണണ്ടേ, അതിനാൽ ഈ ഇത്രയും ബന്ധപ്പെട്ട് കുത്തി കയറ്റിയത്. അപ്പൊ ഇതൊക്കെ എടുത്ത് മൂടി വെച്ചുകൊണ്ട് നടക്കാൻ ഒക്കുവോ? ഇതിനെയൊക്കെ വേണ്ടി അങ്ങ് തപ്പിപ്പൊട്ടിച്ച് അങ്ങ് കൊണ്ട് മൂലയെ കൊണ്ടുപോയി ഒപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട്. അമ്മേ ഇത് ഒക്കാത്തോണ്ട് ഉണങ്ങി പോകുന്നു. അപ്പൊ സംഗതി ഇതാണ്, ശ്രദ്ധിക്കണേ, പഴയ നിയമം വേണ്ട എന്ന് പറയാൻ കഴിയില്ല. അതിന് 1, 2, 3 ചില പോയിന്റുകൾ പറഞ്ഞു വെച്ച് ഞാൻ ചിന്താ വിഷയത്തിലോട്ട് ഓടി വരട്ടെ. ഒന്ന്, പഴയ നിയമത്തിൽ നീങ്ങിപ്പോയതും നിവർത്തിക്കപ്പെട്ടതുമായ അനേക കാര്യങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളും. നമ്മുടെ സഭയ്ക്ക് പറ്റിയ പരാജയം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഈ നിഴലും പൊരുളും വേർതിരിച്ചുള്ള ഒരു പഠനം നമ്മുടെ ജനത്തിന് കിട്ടുന്നില്ല. ഒരു പരിധി വരെ അത് പഠിപ്പിക്കാൻ ആളുമില്ലെന്നുള്ളതാ അതിന്റെ വാസ്തവം. പഴയ നിയമവും പുതിയ നിഴലും പൊരുളും, നിഴലെന്ന് പറയുന്ന പൊരുളെന്ന് പറയുന്ന യാഥാർത്ഥ്യവും മറഞ്ഞു കിടക്കുന്ന നിഴലിനെ കുറിച്ചും തമ്മിൽ പൊരുൾ തിരിച്ചു പഠിപ്പിക്കാനുള്ള ഒരു പഠനം നമ്മുടെ ആൾക്കാർ, അതിനൊരു പരിധി വരെയുള്ള ഒരു കുഴപ്പമെന്നറിയാമോ? നമ്മുടെ അപ്പച്ചന്മാരുടെ ഒക്കെ കാലത്ത് സഭയിൽ ഈ ബൈബിൾ ക്ലാസ് എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ടായിരുന്നു, അല്ലേ? ബൈബിൾ ക്ലാസ് ഉണ്ടായിരുന്നു. ജനം വചനം പഠിക്കാൻ അവർ ഇത് തോന്നി, നമുക്ക് അടുത്ത ആഴ്ച ക്ലാസ്സിൽ പോയി ഇന്ന വിഷയം പഠിക്കണം, ചോദിക്കണം എന്നൊക്കെ പറഞ്ഞൊരു ആവേശം ഉണ്ടായിരുന്നു. ഇന്നിപ്പം ബൈബിൾ ക്ലാസ് ഒന്നും കേൾക്കാൻ ഇല്ല. അത് പരിധി വരെ ദൈവദാസന്മാരുടെ കുഴപ്പമല്ല. ഈ ബൈബിൾ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും പിന്നെ പോണമെങ്കിൽ പയർന്ന് വെക്കണം. പയറ് തീയുടെ പടവും കൂടെ വെച്ചാൽ മതി, എന്നാലും ശരിയാണ്. സ്വതന്ത്രം പയർ ചെറുപയറും വൻപയറും ഒക്കെ ഹോൾസെയിലായിട്ട് അങ്ങ് ഇറങ്ങിയേക്കുക ആൾക്കാർ. അങ്ങനെ ഇറങ്ങുക, പയർ. ചിലർ ഓർക്കും എന്തോ ഈ പയറെന്നാ, ഞാൻ പയറെന്നാ പറയുന്നത്. അതുകൊണ്ട് സ്വതന്ത്രം. ചില പറയുന്നത് തീയ എന്ത് തീയാണോ നീ പോകുന്നത്? തീയിലോട്ടാ. ആമേ, മനസ്സിലായോ? തീയ എന്റെ പിന്നാലെ വരുന്നവൻ അവൻ പരിശുദ്ധാത്മാവിനാലും പൊട്ടൻ. ആമേ, പിന്നാലെ വരുന്നവൻ തീയാല് സ്നാനം കഴിപ്പിക്കുക പരിശുദ്ധാത്മാവാണോ? എങ്കിൽ പിന്നെ മുമ്പേ എന്തിനാ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു? അതിനെ താഴോട്ട് വായിക്കണം. വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ വീശും, നല്ലതിനെ അങ്ങോട്ട് മാറ്റി നിർത്തും, ആകാത്തതിനെ തീയിലിടും എന്ന് പറഞ്ഞാൽ എന്റെ പിന്നാലെ ഒരുത്തം വരുന്നുണ്ട്. വിശ്വസിക്കുന്നവനെ അവൻ പരിശുദ്ധാത്മാവിനാലും വിശ്വസിക്കാത്തവനെ തീയിലിട്ട് കളയാനും അധികാരമുള്ളവനാ എന്റെ പുറകെ വരുന്നത്. ന്യായവിധിയുടെ അധികാരം പ്രാപിച്ച ഒരുത്തം പുറകെ വരുന്നെന്നുള്ള പൊരുള അങ്ങോട്ട് പറഞ്ഞു കൊടുത്തത്. മനസ്സിലായോ? ഇനി വേണം പറയും, അയ്യോ അല്ല, മർക്കോസിന്റെ മാളിക മുറിയിൽ തീനാവ് പോലെ വന്നു. അവിടെ ഒരു പോലെ ഉണ്ട്, അതും കൂടെ വായിക്കണം. പണ്ട് മലയാള ടീച്ചർ പഠിപ്പിച്ചില്ലേ, ഒന്നിനൊന്നോട് സാദൃശ്യം ചൊന്നാൽ ഉപമയാമത്, അല്ലേ? പോലെ എന്ന് പറഞ്ഞാൽ അത് ഉപമയാണ്. യേശു വെള്ളത്തിൽ നിന്ന് കയറി സ്നാനമേറ്റ ഉടനെ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അവന്റെ പേര് വന്നു, അല്ലേ? നിങ്ങൾ ആരാലും കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവിടെ ഒരു പ്രാവിരിക്കും. അയ്യോ, ആത്മാവ് എവിടെ പോയി ചോദിക്കോ? മുട്ടുന്നില്ല. അങ്ങോട്ട് പോകുമ്പോൾ ഒരു ആട്ടിനെ കുളിപ്പിച്ച് നിർത്തിയേക്കാം. യേശു പിന്നെ വന്നു ചോദിക്കാറുണ്ടാ? ആടെ മുണ്ടുന്നില്ല. അത് ഉപമയാ. പിണങ്ങി ഓടി വരട്ടെ, സമയം എന്നെക്കാൾ സ്പീഡിൽ പോവുക, ശ്രദ്ധിക്കണം. ആമേൻ. അത് നിഴലും പൊരുളും വേർതിരിച്ച് നമ്മൾ പഠിക്കണം. പഴയ നിയമത്തിൽ നീങ്ങിപ്പോയത് കൊണ്ട് നിവർത്തിക്കപ്പെട്ടതുകൊണ്ട് ശ്രദ്ധിക്കണം. 1, 2 ഓടിച്ചൊക്കെ പറഞ്ഞു വിടാം. പഴയ നിയമത്തിൽ ആരാധനയ്ക്കൊരു ദിവസമുണ്ട്, ഏത്? ശബത്ത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു ദിവസത്തിന് പ്രത്യേകത ഇല്ല. കാര്യം ഇന്ന ദിവസം ഇന്ന നിലയിൽ ഇന്ന നിലവാരത്തിൽ മാത്രമേ ദേവാലയത്തിനകത്തേക്ക് കയറാൻ പറ്റൂ എന്നുള്ള കടുകിടകടമായ ചിട്ടകളൊക്കെ വെച്ചിരിക്കുന്ന പഴയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായി കർത്താവിന്റെ ക്രൂശുമരണത്തിങ്കിൽ ദേവാലയത്തിന്റെ തിരശ്ശീല 2 ചിന്തിപ്പോയിട്ട് ഏത് സമയത്ത് ധൈര്യത്തോടെ കൃപാസനത്തിൽ അടുത്തു വരുവാൻ പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് നൽകി. അതുകൊണ്ട് ആമേ ഗലാത്യലേഖനം 4:9-10 അവിടെ ഇങ്ങനെ പറഞ്ഞു, വിശേഷാൽ ആമേൻ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ?
ഗലാത്യ സഭയിലെ വിശുദ്ധന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇപ്പോഴും ദിവസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അത് എഴുത്തു ഭാഷയാ, ഞാൻ നാട്ടുഭാഷ പറയട്ടെ. ആമേൻ. അത് എഴുത്തു ഭാഷയാ, സ്റ്റാൻഡേർഡായിട്ട്. ആമേൻ. നിങ്ങൾ ദിവസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായോ എന്ന് ഗലാത്യ സഭയിലെ വിശുദ്ധന്മാരെ, ഞാൻ നിങ്ങളെക്കുറിച്ച് ഭയപ്പെടുന്നു. ഇത് എഴുത്തു ഭാഷയാണ്. നാട്ടുഭാഷ പറഞ്ഞാൽ നീയൊക്കെ ഇപ്പോഴും ദിവസവും കാലവും ആണ്ടും പാവും ചങ്കരാന്തി നൂലുകെട്ടും ഒക്കെ പ്രമാണിച്ചുകൊണ്ടിരിക്കുക, നിനക്കൊക്കെ വേണ്ടി കഷ്ടപ്പെട്ടത് വെറുതെയായോ? പോയി കണ്ട. ആമേ. നാട്ടുഭാഷ പറഞ്ഞാൽ മുമ്പ് നിനക്കൊന്നും ദൈവത്തെ അറിയത്തില്ലായിരുന്നു, ഇപ്പൊ നീയൊക്കെ രക്ഷിക്കപ്പെട്ടില്ലേ, നീയൊക്കെ ദൈവത്തെ അറിഞ്ഞും വിശേഷ ദൈവം നിന്നെയൊക്കെ അറിഞ്ഞും ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് ഇപ്പോഴും ദിവസവും കാലവും ആണ്ടും ഒന്നും പറയണ്ട, നവതി ദശാബ്ദി സിൽവർ ജൂബിലി കുഞ്ഞിന്റെ ഒന്നും വേണ്ട. സ്വത്രം. ചിലർ പിണങ്ങും. കാര്യം ഈ ബോർഡിനോട് സ്പിരിറ്റ് ഉള്ളവരുണ്ടേ, അവര് പിണങ്ങും. ഇവിടെ ഒന്നും ഒന്നുമില്ല, പിണക്ക് നിന്റെ കയ്യെ വെച്ചിരുന്നാൽ മതി, ഇങ്ങോട്ടൊന്നും എടുക്കണ്ട. സംഗതി ഇതാ. ആമേ. നോക്കേ, ദിവസങ്ങളും കാലവും ആണ്ടും പ്രമാണിക്കുക. ഇന്നും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുക. അയ്യോ അവിടെ ശബത്തില്ല. ശബത്തുണ്ട്. എവിടെ? കൊലോസ്യ ലേഖനത്തിൽ വിശുദ്ധന്മാരോട് പറയാ 2:16 പെരുന്നാള്, വാവ്, ശബത്ത് എന്നീ കാര്യവും പറഞ്ഞ് ആരും നിങ്ങളെ വിധിക്കാൻ വരണ്ട. അത് വരുവാനിരുന്നവയുടെ നിഴലായിരുന്നു. ശ്രദ്ധിക്കണം. ചിലരൊന്നും ചോദിക്കത്തില്ല, നിങ്ങൾക്ക് ഈ പെന്തിക്കോസുകാർക്ക് പെരുന്നാളൊന്നും ഇല്ലയോ ഇവിടെ എന്നൊക്കെ ചോദിക്കും അല്ലേ? തിരുവനന്തപുരത്തൊക്കെ ചെന്നൊക്കെ അവര് പെരുന്നാളുകളൊന്നും ഇല്ല ഇവിടെ നിങ്ങൾക്ക്. നമ്മൾ പറയാം നമുക്ക് പെരുന്നാളൊന്നുമില്ല. വാ, ഞങ്ങൾക്ക് പെരുന്നാളുകളൊക്കെ ഉണ്ട് കേട്ടാ. യൂദാസിലേക്കാണ് വാർമ പെരുന്നാൾ, വലിയ പൂപ്പന്റെ വാർമ പെരുന്നാൾ, ഇങ്ങനെയൊക്കെ ഒത്തിരി പെരുന്നാളുകളുണ്ടെന്ന് പറയും. ക്രിസ്തു അകത്തുള്ളവൻ എന്നും പെരുന്നാളാണ്. ഹല്ലേലൂയ. യേശു അകത്തിരിക്കുന്നവന് എന്നും പെരുന്നാളാണ്. ക്രിസ്തുവിൽ എപ്പോഴും സന്തോഷിപ്പില്ലെന്നാണ്. ഹല്ലേലൂയ. ഞാനോടി വരാം. പഴയ നിയമത്തിൽ ശ്രദ്ധിക്കണം, മാനവജാതി കാലാകാലങ്ങളിൽ പാപം മോചിപ്പിപ്പാൻ ചെയ്തു വന്ന സകലവിധമാകുന്ന പൂജകളും വഴിപാടുകളും യാഗങ്ങളും എല്ലാം ക്രൂശുമരണമെന്ന ഏകയാഗത്താൽ കാൽവരിയിൽ അവസാനിച്ചു. അതുകൊണ്ട് എബ്രായ ലേഖനം 10:11 പൗലോസ് ഇങ്ങനെ എഴുതി, ഏതൊരു പുരോഹിതനും, പുരോഹിതന്മാരെ കുറിച്ച് പറയാം, ഏതൊരു പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിവില്ലാത്ത അതേ യാഗങ്ങളെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. ആര്? പുരോഹിതന്മാർ. കണ്ടിട്ടില്ലേ? ദിവസേന ശുശ്രൂഷ, പാവങ്ങളെ പരിഹരിക്കാൻ ഒരു കഴിവില്ലാത്ത ആ പൂജയും വഴിപാടും യാഗവും ഒക്കെ ചെയ്ത് മണി അടിച്ചുകൊണ്ട് നിൽക്കുക. ആരാ? പുരോഹിതന്മാര്. എന്നാൽ അടുത്ത വാക്ക്, എന്നാൽ യേശുവോ പാവങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ഈ പഴയ നിയമത്തിൽ യഹൂദന്മാർക്ക് നിർബന്ധ നിയമമാണ് പരിച്ഛേദന. പുതിയ നിയമത്തിൽ പ്രവൃത്തി 15-ാം അധ്യായം വീട്ടിൽ പോയി പഠിക്കണം. പരിച്ഛേദനയെ കുറിച്ചൊരു വാദമുണ്ടായി. മൂപ്പന്മാരുടെ അടുക്കൽ ആളയച്ചു. ആത്മനിയോഗം പ്രാപിച്ചു മൂപ്പന്മാര് തിരിച്ചു പറഞ്ഞു, ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരുടെ തോളിൽ അമിതഭാരം ചുമത്താതിരിക്കേണ്ടതിന് ഹൃദയ പരിച്ഛേദനയുണ്ടെങ്കിൽ മതി. ഇപ്പൊ ചിലരുടെ ഉള്ളിൽ ചിന്തിക്കുക, ഇപ്പൊ ജാതികളിൽ നിന്ന് വന്നവർക്ക് ഹൃദയ പരിച്ഛേദന മതി. അയ്യോ, ഇപ്പൊ ഞങ്ങൾ ജനിച്ചത് ക്രിസ്ത്യാനിയായിട്ടാണല്ലോ, ഇപ്പൊ ഞങ്ങൾ ഇനി പരിച്ഛേദന വെക്കണോ പാസ്റ്ററെ? ആരാ ഇവിടെ ക്രിസ്ത്യാനി? ആഗ്രഹമൊക്കെ നല്ലതാ. എന്റെ അപ്പൻ യഹൂദനാന്നുള്ളൊരു കൈ വെക്കും. ഇപ്പൊ പറയാനുണ്ടോ ക്രിസ്ത്യാനി? ആരുമില്ല. യഹൂദനല്ലാത്ത സകല എണ്ണത്തിനെയും ബൈബിള് വിളിച്ച പേരാ ജാതികൾ. അപ്പൊ നമ്മളെല്ലാം കറക്റ്റായി. ആരും കോളറൊന്നും പിടിക്കണ്ട. സ്തോത്രം. സംഗതി ഇതാ. അതുകൊണ്ട് ഹൃദയ പരിച്ഛേദന ഉണ്ടേ മതി. അപ്പോൾ തന്നെ 16-ാം അധ്യായം പഠിക്കുമ്പോൾ പരിച്ഛേദന ഏൽക്കുന്നത് ഒരു കുറ്റമല്ല, പക്ഷെ അത് ഉപദേശമല്ല. കുറ്റമല്ലയോ? അല്ല. തിമോത്തിയോസിനെ പൗലോസ് തന്റെ വേലയ്ക്കായി വിളിക്കുമ്പോൾ അവന്റെ അപ്പൻ യവനനായിരുന്നത് കൊണ്ട് യഹൂദന്മാർ വഴക്കുണ്ടാക്കുമോ എന്ന് പേടിച്ച് അവനെ പരിച്ഛേദന കഴിപ്പിച്ചെന്ന് 16-ാം അധ്യായത്തിൽ കിടക്കുക. പക്ഷെ അത് ഉപദേശമല്ല. അപ്പൊ ചിലത് നീങ്ങിപ്പോയപ്പോൾ മറ്റു ചിലത് കർത്താവ് അടിവരയിട്ട് നിവർത്തിച്ച്. അതുകൂടെ പറയാം. ഒന്ന്, പഴയ നിയമത്തിൽ സ്ത്രീയും പുരുഷനും അവിഹിത ബന്ധം പുലർത്തിയാൽ മാത്രമേ വ്യഭിചാരമെന്ന പാപമാകുന്നുള്ളൂ, അല്ലേ? അങ്ങനെ ചോദിച്ചാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവ് പറയുക, അതെ, ഈ യഹോവ എന്ന് പറഞ്ഞ പുള്ളി ഭയങ്കര ചൂടനാണ്. കോപമെന്ന് അറിയോ, ദേഷ്യം വന്നാൽ പിന്നെ സംഹരിച്ചു കളയും പുള്ളി. പക്ഷെ ഞാൻ അങ്ങനല്ല.
മനസ്സിലും കരുണയും ദയവും ഒക്കെ ഉള്ള നല്ല കർത്താവല്ലയോ ഞാൻ. അതുകൊണ്ട് യഹോവ പറഞ്ഞു ഒന്നും നിങ്ങൾ ഓർക്കണ്ട, നിങ്ങൾ ഓടി നടന്ന് കെട്ടിക്കോ. പറഞ്ഞോ പറഞ്ഞോ. ഞാനാ നിങ്ങളോട് പറയുന്നു, ഹൃദയത്തിൽ മോഹിച്ചുകൊണ്ട് നോക്കിയോ നീ പാപം ചെയ്തു. ഓ, ഈ അച്ചാച്ചനെ എനിക്ക് കിട്ടിയില്ലല്ലോ. പോയി പോയി. ഈ അമ്മമ്മ എനിക്ക് കിട്ടിയില്ലല്ലോ. പോയച്ചാ കയ്യൊന്ന് പോയി. ഓ പൈസലോ. കുഞ്ഞുകളിയല്ല വിശ്വാസ ജീവിതം, കുഞ്ഞുകളിയല്ല വിശ്വാസ ജീവിതം. വേണം ചിലർ ചോദിക്കും, യോ അങ്ങനാണെ ആർക്ക് പറ്റും പാസ്റ്ററെ എന്ന്. ഇത് ഇന്നും ഇന്നലെയും ചോദിച്ചല്ല, അന്നേ ചോദിച്ചു തുടങ്ങിയതാണ്. പറ്റുന്നവർക്ക് പറ്റിക്കോട്ടെ, പറ്റാത്തവൻ പറ്റണ്ട. വിശ്വലോ ശ്രദ്ധിക്കണം. പഴയ നിയമത്തിൽ കത്തിയെടുത്ത് കുത്തിയ കൊലപാതകി, അടിച്ചു കൊന്ന കൊലപാതകി, തല്ലിക്കൊന്ന കൊലപാതകി, കെട്ടി തൂക്കിയ കൊലപാതകി. പുതിയ നിയമത്തിൽ വരുമ്പോൾ അവൻ 1 യോഹന്നാൻ 3:15 അതൊന്ന് വായിക്കണം. 1 യോഹന്നാൻ 3:15 വേഗത്തിൽ വായിച്ച്. 1 യോഹന്നാൻ 3:15 ആ അടുത്ത വാക്ക്. അപ്പം ഒരു കൊലപാതകന്റെ ഉള്ളിൽ, എന്നെ ശ്രദ്ധിച്ചേ ആ സൗകര്യം വായിച്ചോ. ഒരു കൊലപാതകന്റെ ഉള്ളിൽ എന്നില്ല, നിങ്ങൾ പറഞ്ഞിട്ടേ പ്രശ്നം എന്തില്ല, നിത്യജീവനില്ല. അപ്പൊ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വെക്കുക. നിത്യജീവൻ ഇല്ലാത്തവൻ കാഹളം ധ്വനിച്ചാൽ പോകുമോ ഇല്ല? നിത്യമരണം എന്ന് പറഞ്ഞാൽ തീക്കാത്ത, നിത്യജീവൻ എന്ന് പറഞ്ഞാൽ കർത്താവിനോട് കൂടെ ഇരിക്കുക നിത്യമായി. ഈ നിത്യജീവൻ ഉള്ളിലില്ലാത്തവൻ കാഹളം ധ്വനിച്ചാൽ പോകുമോ ഇല്ലയോ എന്നാ ചോദിച്ചത്. പോകില്ല. ആർക്കാ നിത്യജീവൻ ഇല്ലാത്തത് നമ്മൾ വായിച്ചു. ഒരു കൊലപാതകിയുടെ ഉള്ളിൽ എന്തില്ല, നിത്യജീവൻ ഇല്ല. നിത്യജീവൻ ഇല്ലാത്തവൻ അങ്ങോട്ട് പോവുകയല്ല. ആർക്കാ നിത്യജീവൻ ഇല്ലാത്തത്? കൊലപാതകൻ. ആരാ കൊലപാതകൻ? ആര്? ആ ഇപ്പൊ എത്ര കൊലപാതകി പള്ളിയിലുണ്ട്? കൊണ്ടുവന്നില്ല ആരും. പോകാനിരിക്കല്ലേ, ടിപ്പർ കൊണ്ടുവന്ന് കൊണ്ടുപോകും. ഒരു പായിൽ ഒന്നിച്ച് ആത്മാവിൽ ആരാധിക്കുകയും ഒരു പായിൽ ഒന്നിച്ചിരുന്ന് അന്യഭാഷ പറഞ്ഞ് ആത്മാവിൽ ആരാധിക്കുന്ന കൂട്ടു സഹോദരിക്ക് ഒരു കൈ കൊടുക്കാൻ കഴിയാതെ, കൂട്ടു സഹോദരന് ഒരു കൈ കൊടുക്കാൻ കഴിയാതെ, ആരാധന കഴിഞ്ഞ് വെറുപ്പിച്ച് കെട്ടിയ മോന്തയുമായി ഇന്നും പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന കൊലപാതകി, നീ ഒരെണ്ണം കാഹളം ധ്വനിക്കുമ്പോ പറക്കുകയല്ല. ആ ഗുണപ്പെടാത്ത ശങ്കരൻ എഴുതിയ ലേഖനമല്ലത്. കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചങ്ങോട്ട് പറഞ്ഞതാ. അനുഭവത്തിന്റെ വെളിച്ചത്തിലാന്ന് പറയുന്നത്. ഒരു കൈ കൊടുക്കാൻ കഴിയില്ല, ഒരു സ്വത്രം. ഇവിടെ അമേരിക്ക വന്നപ്പോ ഞാൻ കണ്ടു, എവിടെ പോയാലും ആരുടെ കൈ പൈസ ഇല്ല. സ്വതന്ത്രം എല്ലാം ഒരപ്പാ, കാർഡ് ഒരയ്ക്കുന്ന ഒരു വഴി. എല്ലായിടത്തും അങ്ങ് ഒരയ്ക്കുക, അടുത്ത് ഒരച്ചിട്ടങ്ങ് പോവുക സംഗതി. ആ കാർഡാ. ഈ കാർഡ് ഉരയ്ക്കുന്നതാണ് പ്രത്യേകത. ചിലർ എത്ര ഉരച്ചാലും ഇത് ശരിയാകുന്നില്ല. ആമേൻ. എന്താ കാര്യം എന്നറിയാമോ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വളയാതെ ഇത് നേരെ ഉരയ്ക്കണം അല്ലേ? നാട്ടിലും അങ്ങനെ ATM കാർഡ് ഇടുമ്പോൾ ഇത് ഇങ്ങനെ വളയരുത്, ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ എടുത്താലേ പണം കിട്ടും. ഇതുപോലെ ആ ചിലരുടെ സ്വോത്രം. മാളത്തിൽ കൈയിടണം, വേറെ വല്ല പണിക്കുമ്പോൾ ഒരു കൈ കൊടുക്കാൻ, ഒന്ന് സ്തോത്രം പറയാൻ, ഒന്ന് ചേർത്ത് പിടിക്കാൻ, ഇതെന്റെ അപ്പന്റെ മോനാ, എന്റെ സഹോദരനാ എന്ന് പറഞ്ഞ് ഒന്ന് ചേർത്ത് പിടിക്കാൻ, ഒരു കൈ കൊടുക്കാൻ, ഒന്ന് ചിരിക്കാൻ, ഒരു സ്തോത്രം പറയാൻ കഴിയാതെ. ആമേൻ. ജൗളിക്കടയിൽ ബൊമ്മ ഇരിക്കുന്ന പോലെ ഇരിക്കുക, നല്ല കാര്യം. സ്തോത്രം. ആമേൻ. പൗലോസ് പറയുക, കൊരിന്ത്യർ സഭയോട് പറയുക, യേശുവിന്റെ നാമത്തിൽ ഈ മല ഇവിടുന്ന് നീങ്ങി സമുദ്രത്തിൽ പോയി വീഴട്ടെ എന്ന് പറയുന്ന നിമിഷം ഈ മല പോയി കടലിൽ വീഴുന്ന കൃപാവരം നിനക്കൊണ്ടായാലും സ്നേഹമില്ലയോ? ഇവിടെ മല പോയിട്ട് എലി പോലും പോകുന്നില്ല, എന്നിട്ടും ശ്വാസം പിടിക്കുക. എന്തിനാച്ചാ? എല്ലാ കാര്യവും. സ്തോത്രം. ഞാൻ ഓടി വരാം വിഷയത്തിലുണ്ട്.
അതുകൊണ്ട് ചിലത് നീങ്ങിപ്പോയപ്പോൾ ചിലത് അടിവരയിട്ട് ഉറപ്പിക്കുക. നിഴലും പൊരുളും അല്ല എൻ്റെ വിഷയം എന്നുള്ളത് കൊണ്ട് അവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുക. കാര്യം എനിക്ക് ചിന്തിച്ച വിഷയത്തിലോട്ട് ഓടി വരണം. അങ്ങനെയെങ്കിൽ നാം വായിച്ച എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായത്തിലും മർമ്മപ്രധാനമായ ചില നിഴലുകൾ ഒളിച്ചിരിക്കുക. അതിന്റെ പൊരുൾ നിങ്ങളോട് ഒന്ന് വേർതിരിച്ച് പറഞ്ഞ് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം. അതിന്റെ പൊരുളിലേക്ക് ഞാൻ ഓടി വരാം. 2-ാം അധ്യായം 4-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. അതിന് 2-ാം വാക്യം ഒന്ന് വായിച്ചേ വേഗത്തിൽ. ഇവിടെ ഉണ്ട്. അപ്പോൾ രാജാവിന്റെ സേവകന്മാരായ ഭൃത്യന്മാർ പറഞ്ഞത്, രാജാവിന് വേണ്ടി സൗന്ദര്യമുള്ള യുവതികളായ കന്യകമാരെ അന്വേഷിക്കട്ടെ. ഇവിടുത്തെ വിഷയം, ഇവിടുത്തെ സബ്ജക്റ്റ്, രാജാവിന് ആരെ വേണം? ഒരു മണവാട്ടിയെ വേണം. ഈ മണവാട്ടി ആരാ? പകരക്കാരിയാ. ആർക്ക് പകരം? വസ്തിക്ക് പകരം. ഇത് നിഴലാണ്. എന്തോ ഇതിന്റെ പൊരുള് പറയാം. ഇന്ന് ഞാനും നിങ്ങൾ വിരിക്കുന്ന ഈ പദവിയുടെ പേരും മണവാട്ടി എന്നാണ്, അല്ലേ? അവിടുത്തെ മണവാട്ടി പകരക്കാരി. ആർക്ക് പകരം? വസ്തുക്കൾ. നാമും പകരക്കാരാ. ആർക്ക് പകരം? യഹൂദന് പകരം. നിഴലും പൊരുളും പറയുക. ഈ മണവാട്ടി പാദത്തിലേക്ക് വരേണ്ടിയത് ആരായിരുന്നു? യഹൂദനായിരുന്നു. അവനോ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരോ അവനെ കൈക്കൊണ്ടില്ല. തേജസ്സിന്റെ കർത്താവിനെ അവർ ക്രൂശിച്ചു കൊന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ രക്ഷ സൗജന്യമായി ജാതികളിലേക്ക് തിരിയും. അതുകൊണ്ടാണ് നമ്മൾ ഈ പദവിയിൽ വന്നത്. ആണോ? എന്തുകൊണ്ടാണ് അവിടെ വസ്തിയെ തള്ളിക്കളഞ്ഞ് എസ്തേറിന്റെ അടുത്തെന്നറിയാമോ? 1-ാം അധ്യായം പിന്നെ പോയി വായിക്കണം. ആ വസ്തിക്ക് ഒരു കുഴപ്പമുണ്ട്. അവിടെ രാജാവിന്റെ വാക്കുകളെ അനുസരിക്കത്തില്ല. ഇസ്രായേലിനെ തള്ളിയതെന്താ? തിന്നാൻ കൊടുത്തിട്ടും കുടിക്കാൻ കൊടുത്തിട്ടും കൊണ്ട് നടന്നിട്ടും കയ്യെ വെച്ചിട്ടും യഹോവയുടെ വാക്കിനെ അവർ മറുതലിച്ചു. ഒരു മത്സരഗൃഹമായിരുന്നു. എത്ര കേട്ടിട്ടും കഠിനപ്പെട്ട ഹൃദയമായിരുന്നു. തള്ളി ജാതിയായതിനെ തെരഞ്ഞെടുത്തു. നമ്മെ തെരഞ്ഞെടുത്തു. നമ്മെ തെരഞ്ഞെടുക്കാൻ രാജാവ് എന്താ ചെയ്തതെന്നറിയാമോ? അടുത്ത വാക്യം വായിച്ചേ. അടുത്ത വാക്യം. രാജാവ് രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലും ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കണം. രാജാതിരാജാവിന് ഒരു മണവാട്ടിയെ വേണം. ആ മണവാട്ടിയെ കണ്ടെത്താൻ രാജാവ് ഓരോ ദേശം തോറും നിർത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് കർത്താവിന്റെ അഭിഷിക്തന്മാർ. രാജാവ് നിർത്തിയിരിക്കുന്ന സ്റ്റാഫാ. ദൈവം നേരിട്ട് നിർത്തിയിരിക്കുന്ന സ്റ്റാഫ്. എന്തിനാ നിർത്തിയെന്നറിയോ? പിന്നെ എന്തിനാ ഉദ്യോഗസ്ഥനാക്കിയെന്നറിയാമോ? മണവാട്ടിയെ കണ്ടെത്താൻ. പറയാറുണ്ടല്ലോ നമ്മള്, സഭയ്ക്കകത്ത് ഒരു യോഗ്യതയില്ല, ഒരു ഡിഗ്രി ഇല്ല. എന്റെ കൂടെ പഠിച്ചവരൊക്കെ നാട്ടിൽ ഇങ്ങനെ ആയപ്പോൾ ഞാനിരുന്ന് പ്രാർത്ഥിച്ചു. എന്റെ ദൈവം എന്നെ അത്ഭുതം ചെയ്തു. അമേരിക്കയുടെ മണ്ണിൽ കൊണ്ടുവന്നു, ഇന്ന സീറ്റിലിരുത്തി. ഇതൊക്കെ പറയാറില്ലേ? എന്തിനാ കൊണ്ടുവന്നേ? ഇവിടെ വിദ്യാഭ്യാസം വിവരമൊന്നും ഉള്ളവരില്ലായിരുന്നു. പിന്നെ ഞാൻ അതിനെ കൊണ്ടുവന്നു. ഇവിടെ കവലെ നിൽക്കുന്ന ഷമീറിന് ഇവിടെ ഇരിക്കുന്ന ഒരു എഞ്ചിനീയറോട് വന്ന് സുവിശേഷം പറയാൻ അറിഞ്ഞുകൂടാ. അതിനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് യോഗ്യതയില്ലാത്ത നിനക്ക് ഡിഗ്രി തന്ന്, നിനക്ക് നല്ല സ്ഥാനം തന്ന്, നിന്നെ ഈ കസേരയെ കൊണ്ടിരുത്തി. എന്തിനാ? അവനോട് യേശുവിനെ കുറിച്ച് പറയാൻ. അവനെ നേടാൻ. നിന്നെ പിക്നിക്കിന് കൊണ്ടുവന്നതല്ല ഇവിടെ. ഒരു യോഗ്യതയില്ലാത്തതിന്റെ യോഗ്യതയുള്ള കസേരയെ കൊണ്ടിരുത്തി. ഒബാമയുടെ അടുത്ത സീറ്റിൽ നിന്നെ ഇരുത്തിയെങ്കിൽ അവനെ നേടാൻ. അല്ലാതെ ഞായറാഴ്ച കയറിയുന്നു, എന്റെ അടുത്തുകൂടെ ഒബാമ പോന്ന് അറിയോ? കരഞ്ഞു പോയി. തമ്പുരാനും കരയാ നിന്നെ ഓർത്ത്. അമ്മേ ഹല്ലേലൂയ. യോഗ്യതയില്ലാത്ത നിന്നെ ഇവിടെ കൊണ്ടുവന്നു. അറിയിക്കാത്ത സ്ഥാനത്ത് നിന്നെ ഇരുത്തി. അവന്റെ ആത്മാവ് നഷ്ടപ്പെടാതിരിപ്പാൻ നിന്നെ തമ്പുരാൻ ഒത്തിരി പ്രതീക്ഷയോടെ ആക്കി വെച്ചു. ഒരിക്കൽ പോലെങ്കിലും, ഒരൊറ്റ പ്രാവശ്യമെങ്കിലും ഈ രക്ഷകനെ കുറിച്ച് പറയാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ ജീവിതം വട്ടപൂജ്യമാണ്. അല്ല, തമ്പുരാന്റെ രോമാഞ്ചം കൊള്ളുന്നത് ഞായറാഴ്ച എഴുന്നേറ്റ് നിന്നിട്ട് നല്ലവൻ ചിലർ പറയും, ഈ ഒരു വർഷക്കാലം എൻ്റെ ദൈവം എനിക്ക് നല്ലവനായി. ഒരു വർഷമല്ല, ഉള്ള വർഷം ദൈവം നല്ലവനാ. നീ എങ്ങനെയായിരുന്നു? ദൈവം നല്ലവനാ. ദൈവത്തിന് ആരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. സ്വത്രം പോയി പിണങ്ങി. ഹല്ലേലൂയ. രാജാവ് ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിരിക്കുക. എന്തിനാ? അവന് വേണ്ടി മണവാട്ടിയെ കണ്ടെത്തണം. അല്ല, സ്വോത്രസഞ്ചിയുടെ തൂക്കം നോക്കി ഉറങ്ങിയാൽ പോരാ. മണവാട്ടിയെ കണ്ടെത്തണം. വീഴട്ടെ അങ്ങനെ വീഴട്ടെ, തൂങ്ങട്ടെ അങ്ങനെ തൂങ്ങട്ടെ, സഞ്ചിയുടെ ഭാരം തൂങ്ങട്ടെ.
സ്വത്രം. ഹല്ലേലൂയ. മണവാട്ടിയെ കണ്ടെത്തണം. കഴിഞ്ഞ ദിവസം കേട്ടോ നിങ്ങള്? കാന്തൻ വരാറായി, മണവാളം വരാറായി. ഒരു മണവാട്ടിയെ പട്ടണത്തിൽ ഒരുക്കിയെടുക്കാൻ തമ്പുരാൻ ഈ പട്ടണത്തിൽ ഉദ്യോഗസ്ഥന്മാരെ ആക്കി വെച്ചു. അവരവരുടെ ഉദ്യോഗം മറന്നു കളിക്കുക. ഇപ്പോ മറക്കരുത്, രാജാവിന് വേണ്ടി ഒരു മണവാട്ടിയെ കണ്ടെത്താനാ തമ്പുരാൻ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നു. ആ മണവാട്ടിക്ക് മിനിമം 3 ക്വാളിഫിക്കേഷൻ അവിടെ എഴുതി. 1, സൗന്ദര്യം ഉണ്ടായിരിക്കണം. സഭയാകുന്ന മണവാട്ടിക്ക് വേണ്ടുന്ന മിനിമം 3 ക്വാളിഫിക്കേഷൻ അവിടെ നിഴലായി എഴുതി. 1, എന്ത് വേണം? സൗകര്യമാരെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അവരൊക്കെ പറ, സൗന്ദര്യം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നാളെ തൊട്ട് കണ്ണു തെള്ളിയതും പല്ലുന്തിയതും കറുത്തതും കോങ്കണ്ണി ഒന്നും ഇതിനകത്തോട്ട് വന്നേക്കരുത്. ആണോ? ആണോ? അല്ല. വേദപുസ്തകം പറയുന്ന സൗന്ദര്യം 2 ലിറ്റർ പെയിന്റ് ചുണ്ടത്തടിച്ചുകൊണ്ട് നടക്കുന്നതല്ല. വേദപുസ്തകം പറയുന്ന സൗന്ദര്യം യക്ഷിയെ പോലെ നഖം നീട്ടി വളർത്തി പെയിന്റ് പഠിച്ച് അച്ചാച്ചന്റെ മുതുകിനിട്ട് മാന്തി പൊളിക്കുന്ന പരിപാടിയല്ല. ആമേൻ. മനസ്സിലായോ? ഇത് പാസ് ചെയ്ത അമേരിക്ക. അറിയാം അമേരിക്ക എന്നറിയാം. അമേരിക്കക്ക് എന്തോ കൊമ്പുണ്ടോ? ചിലരുടെ വർത്താനം കേട്ടാൽ തോന്നും അവർക്ക് സ്ത്രീധനം കിട്ടിയാന്ന് അമേരിക്കയിൽ. ഇവിടെ ആര് വരണം പോകണം? പോടാ, നീ അല്ല തീരുമാനിക്കുന്നത്. തമ്പുരാൻ അയക്കുന്നവർ വരും, തമ്പുരാൻ പറയിക്കുന്നവർ പറയും. പിന്നെ ഇന്നലെ കണ്ടിഞ്ഞോട്ട് വന്ന ഒരു മുഷിഞ്ഞ ബാഗുമാട്ടിൽ എയർപോർട്ടിൽ നിന്ന് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ തെക്ക് വടക്ക് നോക്കി നിന്നതിനെ തമ്പുരാൻ എടുത്ത് എൻ്റെ വണ്ടിയും കൊടുത്ത് ഇങ്ങോട്ട് മാനിച്ചു വിട്ടപ്പോഴത്തേക്ക് ഇപ്പം ഇയാളാണ് തീരുമാനിക്കുന്നത്. ഓടും. സ്വത്രം. സഭയ്ക്ക് സൗന്ദര്യം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാല് നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്ന കൃത്രിമത്വം ഒന്നുമല്ല. വേദപുസ്തകം പറയുന്ന സൗന്ദര്യം 1, യോഗ്യമായ വസ്ത്രധാരണം. അമേരിക്ക തന്നെ ഇത് പറയണോ? പിന്നെ വേറെ എവിടെ പറയണ്ടേ? സ്വത്രം. ഞങ്ങളൊക്കെ അനേക സഭകൾ ഇന്ത്യ ചായ ഭാഷ പ്രസംഗിക്കാൻ ഞങ്ങൾ പുൾപിറ്റേ കയറി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫ്രണ്ടി പിള്ളേരൊക്കെ വന്ന് ഇങ്ങനെ നിരന്നിരിക്കുന്നു. അവിടെയല്ലേ ഉള്ള പിള്ളേർ വേറെ ആയത് ഭാഗ്യം. സ്വത്രം. നോക്കേ, ഇവര് വന്നിങ്ങനെ നിരന്നിരിക്കും. ഞങ്ങളൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ജോലി വെക്കുക, വലിച്ചു നീട്ടുക. എടി എടുക്കുമ്പോൾ അറിയത്തില്ലേ ഇത് വലിച്ചാ നീളുന്നതല്ല. അല്ല, എടുക്കാൻ ചെല്ലുമ്പോൾ മമ്മി പറയണ്ടേ അത് വേണ്ട, ആ സൺഡേ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ വലിച്ചാ നീളുന്ന ഐറ്റമല്ല, അതാ നമുക്ക് വേണ്ടത് എന്നാര് പറയണം? മമ്മി എങ്ങനെ പറയാം? മമ്മി വലിച്ചു കെട്ടിക്കൊണ്ടിരിക്കും. അയ്യോ പാസ്റ്റർ, ഞങ്ങളുടെ കൾച്ചർ, ഞങ്ങളുടെ ക്ലൈമറ്റ് എന്ത് കുന്തം ആയിക്കോട്ടെ, എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമേ ഉള്ളൂ, പുസ്തകം അനുവദിക്കുന്നുണ്ടോ? നഗ്നത പ്രദർശിപ്പിക്കാൻ പുസ്തകം അനുവദിക്കുന്നുണ്ടോ? പിന്നീട് ഇതിന്റെ കൾച്ചർ. ഉഗാണ്ടയിൽ പോയാലും പ്രമാണത്തിൽ നിൽക്കണ്ടോ? പ്രമാണത്തിൽ നിൽക്കണോ? ആമേൻ. ഹല്ലേലൂയ. യോഗ്യമായ വസ്ത്രധാരണം, ലജ്ജാശീലം. സൗന്ദര്യത്തെ കുറിച്ച് പറയുക. സുബോധത്തിന്റെ ആത്മാവ്. തീത്തോസിന്റെ ലേഖനത്തിൽ കാറ്റഗറി തിരിച്ചെഴുതിയിരിക്കുക. ബാലന്മാർ സുബോധമുള്ളവരായിരിക്കണം, വൃദ്ധന്മാർ, യൗവനക്കാർ എല്ലാം സുബോധമുള്ളവരായിരിക്കണം. നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്നത് തെറ്റല്ല, പക്ഷെ തലയിലെ സ്കാർഫ് താഴോട്ട് വീണാൽ അതറിയുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അല്ല, തീയെന്നും പയറെന്നും പറഞ്ഞ് ആ തലയിലെ സ്കാർഫും പോയി സാരിയും പോയി കിടന്ന് തലകുത്തി മറിയുന്ന അല്ല ആത്മാവ്. ബോധം വേണം. സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കും. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. അനുസരണാശീലം. സൗന്ദര്യത്തെ കുറിച്ച് പറയുക ഒത്തിരി ഉണ്ട്, വിവരിക്കാൻ സമയമില്ല. ഒന്ന് സൗന്ദര്യം ഉണ്ടായിരിക്കണം. അപ്പൊ സഹോദരിമാരെ പറഞ്ഞപ്പോ ഒരു വലിയ കയ്യടി. സഹോദരന്മാരും വലിയ ഒന്നുമില്ല. എന്തുവാ, 2 സൈഡും ക്രാച്ച് വടിച്ചിറക്കി മുട്ടനാടിന്റെ താടി പോലൊരു കഷ്ണം ചുണ്ടത്തും വെച്ച് കയറി വർഷിപ്പ് ലീഡർ. പുസ്തകത്തിൽ ഇല്ലാത്ത തസ്തികയാ വർഷിപ്പ് ലീഡർ. പുസ്തകത്തിൽ ഇല്ല. പുസ്തകത്തിൽ വർഷിപ്പ് ലീഡർ ഒരുത്തനുണ്ടായിരുന്നു, അവൻ വിട്ടുകൊണ്ട് താഴെ പോകും. അവന്റെ കസേര ഒഴിഞ്ഞു കിടക്കുക. അതുകൊണ്ട് ആ ഗുഡ് ന്യൂസിലൊക്കെ പരസ്യം വരുന്ന വർഷിപ്പ് ലീഡറെ ആവശ്യമുണ്ടെന്ന്. പുസ്തകത്തിൽ ഇല്ലാത്ത തസ്തിക ഉണ്ടാക്കുക വർഷിപ്പ് ലീഡർ. ഇവിടെ പാട്ടിന് ലീഡർ ആകാം. ഇരിക്കുന്നു പാട്ട് ലീഡ് ചെയ്ത് വന്ന കുഞ്ഞുങ്ങൾ അവിടെ ഇരിക്കുന്നു. വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആരാധന. ആരാധനയ്ക്ക് ലീഡർ ഇല്ല.
കഴിഞ്ഞ ഒരാഴ്ചക്കാലം എന്നെ നടത്തി എൻ്റെ ദൈവം, എനിക്ക് ആഹാരം തന്ന എൻ്റെ ദൈവം, എന്റെ യാത്രകളിൽ എന്നെ സൂക്ഷിച്ചെന്റെ ദൈവം, എന്നെ അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചെന്റെ ദൈവം, സർവോപരി നരകശിക്ഷയിൽ നിന്ന് എന്റെ പേര് വെട്ടി ജീവന്റെ പർദീസയ്ക്ക് എന്നെ അവകാശിയാക്കി തീർക്കാൻ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടത്തെ ഞാൻ ഓർത്ത് എന്റെ ഹൃദയം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ കൊടുക്കുന്ന സ്തോത്രമാണ് ദൈവത്തിന് പ്രസാദമുള്ള ആരാധന. അല്ലാതെ ഒരുത്തവിടെ പോരാ 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 ഇവനാ തീരുമാനിക്കുന്നത്, പോരാ ഇല്ലാത്ത ഇവനതിന് പോരാ 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 കുറച്ചുകൂടെ 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 പോരാ ഇവനാ കുറച്ചുകൂടെ അളവ് തീരുമാനം. സ്വതന്ത്രം. വേറെ ചിലർ ഇറങ്ങിയിട്ടുണ്ട്, അടുത്തിരിക്കുന്നവർ നോക്കി ഒന്ന് പല്ലളിച്ച് ഈ ഇതൊന്നും ദൈവസഭയ്ക്കില്ലായിരുന്നു ദൈവാസന്മാരെ, ഈ കോമാളിത്തരങ്ങളാണ്. അടുത്തിരിക്കുന്നോട് മസിലൊന്ന് വിടാൻ പറഞ്ഞ് മസില് വിവിധ വേദനയുമായി, വിവിധ ചിന്തകളുമായി, വിവിധ ഭാരങ്ങളുമായി കർത്താവിന്റെ അരുളപ്പാട് ഇന്നെങ്കിലും ദൈവം എന്നോട് ഇടപെടണം, എന്റെ വിഷയത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞ് വിവിധ സങ്കീർണമാകുന്ന വിഷയങ്ങളുമായി ഭാരപ്പെട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരാ. അവരോട് ഇയാൾ വന്ന് ഈ നിളിക്കാൻ പറഞ്ഞൊന്ന് വിളിക്കാൻ ഒക്കുകയില്ല. ആവശ്യമില്ലാത്ത കുറെ കോമാളിത്തരങ്ങൾ ദൈവസഭയ്ക്കകത്ത് വിളിച്ചു കയറ്റി. ആമേൻ. ഇതൊന്നുമല്ല ദൈവസഭയുടെ സൗന്ദര്യം, ബോധത്തിന്റെ ആത്മ. വർഷപ്പിലൂടെ കാണാൻ നല്ല രസമാണ്. ഈ തരത്തിലുള്ള കോലം കെട്ടി പാടുന്നോ, നിന്റെ രൂപവും ഭാവവും, ഈ താടി ഇതാ കർത്താവിന്റെ രൂപം എന്നിലാകട്ടെ എന്ന് പോയി. ആമേ. തത്ത 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 ഇറക്ക്. അബദ്ധത്തിലെങ്ങാനും എവനൊന്ന് കുനിഞ്ഞ അവൻ അകത്തിട്ടിരിക്കുന്നത് പുറത്ത് കാണും. അയ്യോ, കർത്താവ് കരയുക. ദൈവസഭയുടെ സൗന്ദര്യം യോഗ്യമായ വസ്ത്രധാരണം, ലജ്ജാശീലം, അനുസരണയുള്ള മനോഭാവം. വചനം കേട്ട് മാർക്കിട്ട് പോവുകയല്ല, അത് അനുസരിക്കണം. എന്റെ ജീവിതത്തിൽ ഇനിമോ വേണ്ട. നിങ്ങൾക്കറിയോ, 33 വയസ്സുള്ളവരിക്ക് നിങ്ങളെന്റെ പാസ്പോർട്ട് എടുത്ത് നോക്കിയോ, നിങ്ങളെ മുമ്പിൽ ഒരു അപ്പച്ച സ്റ്റൈലിൽ നിൽക്കുക. സ്വതന്ത്രം. ഹല്ലേലൂയ. ചിലർ പറയുന്നു ബദാം വൃക്ഷമൊക്കെ പൂത്തല്ലോ, അത്ര ഉള്ളതെന്ന്. ബദാം വൃക്ഷമൊക്കെ പൂത്തു. ഗോദ്രേജ് കമ്പനിയായിട്ട് വലിയ ബന്ധമില്ല, അതുകൊണ്ടാണ് പൂത്തിരിക്കട്ടെ. അമ്മേ, ഒരിക്കൽ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ പാൻറ് ഷർട്ടും ഒക്കെ ഇൻ ചെയ്ത് നിന്നുകൊണ്ടാണ് സ്റ്റേജിൽ പ്രസംഗിക്കുന്നത്. യൂട്യൂബിൽ കാണാം, പ്രസംഗിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. ഒരിക്കൽ ഒരു ദൈവദാസൻ വന്നിട്ട് പറഞ്ഞു, കുഞ്ഞെ ഉപദേശം പ്രസംഗിക്കുന്നവരാണ് നമ്മൾ ഈ ഇൻഷർട്ട് ചെയ്ത് ഇങ്ങനെ കയറി ഒന്നില്ല കോട്ടൊക്കെ ഇട്ടാൽ കുഴപ്പമില്ല, ഇച്ചിരി ഇറക്കം. കോട്ടില്ലാതെ നമ്മൾ ഷർട്ട് മാത്രം ഇട്ട് ഇങ്ങനെയൊക്കെ കയറി നിൽക്കുമ്പോൾ മുമ്പിൽ ആൾക്കാരൊക്കെ ഇരിക്കുമ്പോൾ അതൊരു സുഖമല്ല, അതൊരു ബോറാണ്. നിർത്തി ഷർട്ടെല്ലാം ഭാര്യ ദൈവദാസന്മാർക്ക് കൊടുത്തു. അന്ന് കയറ്റിയതായി സാധനം. വേണ്ട. ഇപ്പൊ എന്തോ സംഭവിക്കുന്നത്? ആരും നോക്കത്തില്ല, നോക്കണ്ട. ഒരു ഭാര്യയും 2 മക്കളും ഉണ്ട്. ആമേൻ. മനസ്സിലായി? നിങ്ങൾ നോക്ക്, വർഷങ്ങളായി ഒരു മത വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന മുസ്ലിങ്ങളെ നോക്ക്. അമേരിക്ക വന്ന് അവൻ വെറുതെ മാറ്റത്തില്ല. അവന്റെ പ്രമാണം അനുസരിച്ചുള്ള ചിട്ടയനുസരിച്ച് ലോകത്തിന്റെ ഏത് കോണി പോയാലും അവൻ ദൈവത്തെ ആരാധിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഓടി വരാൻ ചിന്തയിലേക്ക് സമയമില്ല. 10 മിനിറ്റ്, ഇനി 11 മിനിറ്റ് ബാക്കിയുള്ളൂ. ഓടി വരാൻ വിഷയത്തിലോട്ട്. ഒന്ന് സൗന്ദര്യം. 2 ദൈവസഭയുടെ ക്വാളിറ്റി, യുവത്വം ഉണ്ടായിരിക്കണം. ആഹാ, യുവത്വം. അവിടെ നാളെ തൊട്ട് തല നരച്ചവരാരും ഇതിനകത്തോട്ട് വന്നേക്കരുത്, ആണോ? അല്ലല്ലല്ല. ദൈവസഭയുടെ യുവത്വം എന്ന് പറഞ്ഞാൽ ആത്മീയ യുവത്വം. കാലേബ് പറഞ്ഞ പോലെ എന്റെ ഭൗതിക ശരീരം 85 ആയെങ്കിലും എന്റെ അകത്ത മനുഷ്യൻ ഇന്നും അവനോട് ഒരു വെട്ടുവാൻ ആത്മാവിൽ റെഡിയോ. ആത്മീയ യുവത്വം. ആമേൻ. കർത്താവിന്റെ നാമത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണോ, യൂത്ത് നോക്ക പിള്ളേരെ കയ്യിൽ എന്തെങ്കിലും അങ്ങോട്ട് ഏൽപ്പിക്കുക, ഒരു ചാടി നിൽക്കും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങളുടെ പുറമേ ഉള്ളവൻ നാൾക്ക് നാൾ ക്ഷയിച്ചു പോകട്ടെ, ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ നേരെ തിരിച്ചാ, പുറമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കും. സുന്ദരനായ സുന്ദരിയോ സെറ്റോ. അകത്ത് കിടക്കുന്നവൻ പട്ടിണി കിടന്ന് ഉടങ്ങി. കാര്യം അകത്ത് കിടക്കുന്ന മനുഷ്യന് കിട്ടേണ്ട ആഹാരം ദൈവത്തിന്റെ വചനമാണ്. അത് കിട്ടുന്നത് ഞായറാഴ്ച ഒരു നേരമാണ്. ആമേൻ. യുവത്വം ഉണ്ടായിരിക്കണം. കർത്താവിന്റെ നാമത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് വന്നാൽ ആട്ടെ, നമുക്കത് ചെയ്യണം.
കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച പങ്കപ്പാടുകളെ ഓർത്താൽ നാം എന്ത് ചെയ്താൽ പകരമാകും എന്നൊരു വലിയ വെളിപ്പാടകത്തുണ്ടായിരിക്കണം. യുവത്വം. മൂന്നാം കൂടി വരാം. കന്യകത്വം എന്ന് പറഞ്ഞാൽ മലിനപ്പെടാത്തവളായിരിക്കണം മണവാട്ടി. കർത്താവിന് വേണ്ടി മണവാളിന് വേണ്ടി ഒരുക്കപ്പെട്ട മണവാട്ടി. സാമ്പത്തികയില്ല, ഓ സാരമില്ല, അതോ പിന്നെ ഉണ്ടാവും. അവൾക്ക് വലിയ സൗന്ദര്യമില്ല, ഓ വേണ്ടെന്ന്, എന്റെ സൗന്ദര്യം കൊണ്ട് ഇച്ചിരി തീ മുഖത്തോട്ട് വീണാൽ തീർന്നു. സിനിമാ നടിയുടെ ഗ്ലാമർ ഉണ്ടെന്ന് പറഞ്ഞ മുഖത്ത് ഇച്ചിരി തീ വീഴട്ടെ, അന്നേരം സ്നേഹിക്കുന്ന അച്ചാച്ചന്മാർ എത്ര പേരുണ്ടെന്ന് കാണാം. ഒക്കെ പോട്ടെ, കുഴപ്പമില്ല. സമ്പത്ത് ഒക്കെ ഉണ്ടാവും, കുടുംബ മഹിമ ഒക്കെ ഉണ്ടാവുമെന്ന്. പക്ഷേ ഏതൊരു പുരുഷനും താൻ കെട്ടാൻ പോകുന്ന മണവാട്ടിയെ കുറിച്ച് ന്യായമായി പറയുന്നൊരു ഡിമാൻഡ്, അവൾ മലിനപ്പെടാത്തവളായിരിക്കും. വേറൊന്നും വിഷയമല്ല, അവൾ മലിനപ്പെടരുത്. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട മണവാട്ടിയെ നീ ലോകത്തോടുകൂടെ മലിനപ്പെടരുത്. ഒന്നുകിൽ ലോകം അല്ലെങ്കിൽ ആത്മീയം, രണ്ടും കൂടെ ചേർന്ന് പോകത്തില്ല. ഞാൻ എൻ്റെ ചിന്താ വിഷയത്തിലേക്ക് ഓടി വന്ന് അവസാനിപ്പിക്കാം. 3 ക്വാളിഫിക്കേഷനുള്ള മണവാട്ടി. ഇത് 3 മണിക്കൂർ പ്രസംഗ. സൗന്ദര്യം, യുവത്വം, കന്യകത്വം. 3 വിവരിക്കണം, തെളിവുകളുടെ അടിസ്ഥാനം. ചില പറയും പക്ഷേ ഈ സൗന്ദര്യം അത് സഹോദരിമാരെ കുറിച്ചാണ് ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. കുഞ്ഞെ, സഹോദരിമാരെ കുറിച്ചും സഹോദരന്മാരെ കുറിച്ചും പറഞ്ഞതിന്റെ ഒടുവിൽ പൗലോസ് ഒരു മർമ്മം കൊണ്ട് കോട്ട് ചെയ്ത് അവസാനിപ്പിച്ചത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറഞ്ഞത്. ഇത് മർമ്മമാണ്, വിവരിക്കാൻ സമയമില്ല, അതുകൊണ്ട് വിടുക. ഈ 3 ക്വാളിഫിക്കേഷൻ ഉള്ളവരെ നേരെ രാജാവിന്റെ മുമ്പിലോട്ട് കൊണ്ടുപോയി അങ്ങ് നിർത്തും എന്നല്ല. വായിക്കണം. ആമേൻ. സൗന്ദര്യമുള്ള യുവതികളായ സകല കന്യകമാരെ ശേഖരിച്ച് അടുത്തൊരു കടമ്പയുണ്ട്. ശൂഷൻ രാജധാനിയിലെ അന്തഃപുരത്ത് രാജാവിന്റെ ഷണ്ണനായ അന്തഃപുര ബാലകനായ ഹേഗായുടെ വിചാരണ ഏൽപ്പിക്കുകയും ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കൾ കൊടുക്കുകയും ചെയ്യട്ടെ. ഗൗരവകരമായി അറിഞ്ഞിരിക്കേണ്ട ഒരു മർമ്മം, ഈ യോഗ്യതയുള്ള മണവാട്ടിയെ നേരെ കെട്ടിവലിച്ചങ്ങ് രാജാവിന്റെ അടുത്തോട്ട് എടുക്കുക അല്ല. അതിനിടയ്ക്കൊരു പ്രോസസ്സുണ്ട്. കാര്യസ്ഥനാകുന്നവന്റെ കയ്യിൽ ശുദ്ധീകരണത്തിന് ഏൽപ്പിക്കണം. അത് അവിടുത്തെ നിഴലായ കാര്യസ്ഥൻ ഹേഗായി എങ്കിൽ ഇന്ന് പൊരുളായ ഒരു കാര്യസ്ഥന്റെ കയ്യിലാണ് മണവാട്ടി കിടക്കുന്നത്. ഞാൻ പോയിട്ട് പിതാവിന്റെ അടുക്കൽ നിന്നും സത്യത്തിന്റെ ആത്മാവെന്നൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥന്റെ കയ്യിലാണ് ഇന്ന് സഭ കിടക്കുന്നത്, മണവാട്ടി കിടക്കുന്നത്. എന്തിനാന്ന് അവിടെ എഴുതി? ശുദ്ധീകരണത്തിന്. അതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ. ശുദ്ധീകരണത്തിന്. എന്താ ശുദ്ധീകരണം? എൻ്റെ കയ്യിൽ ഇച്ചിരി അഴുക്ക് പറ്റിയേ, ഞാൻ ഇച്ചിരി പൗഡർ എടുത്ത് അതിൻ്റെ പുറത്തിട്ടു, ഇച്ചിരി ക്രീമും വാരി തേച്ചു, ഇച്ചിരി സ്പ്രേ എടുത്ത് അതിൻ്റെ പുറത്ത് അടിച്ചു, തട്ടിപ്പൊത്തി. ഇതാണ് ശുദ്ധീകരണം. ആണോ വച്ചാ? അല്ല, പിന്നെന്തോ വെച്ചാൽ ശുദ്ധീകരണം? അത് കഴുകി വൃത്തിയാക്കുന്ന ശുദ്ധീകരണം അല്ലേ? പക്ഷേ ഇന്ന് തട്ടിപ്പൊത്താ നടക്കുന്നത്. മനസ്സിലായില്ല? തലേന്ന് രാത്രി മറിയാമ്മ കറിയാച്ചനോട്, കാലമാണോ നിന്റെ മണ്ട ഇട്ടി വിട്ടുകൂടാ. ഭർത്താവിനോട്, അയ്യോ പാവപ്പെട്ടവനെ ചവിട്ടി കൂട്ടി മൂലയിലാക്കി. എന്നിട്ട് വേദവസം എടുത്തിട്ട് പറയും, എന്നെ ശല്യപ്പെടുത്തരുത്, എനിക്ക് പ്രാർത്ഥിക്കണം, പോടും. നേരെ ഒരു വാതടച്ചു. ആരും കൈ പൊക്കല്ലേ. ചിലർ ദൂത് ഏറ്റെടുക്കും, എൻ്റെ കാര്യമാണ്. വേണ്ട വേണ്ട, കൈയൊന്നും പൊക്കണ്ട. ആമേ വാതിലടച്ചു. അച്ചായനെ കാലാന്ന് വിളിച്ചിട്ടാണ് കഥ കടച്ചത്. ഏത് യേശുവായി ഈ പ്രാർത്ഥന കേൾക്കുന്നത് എനിക്കിന്ന് വരെ പിടികിട്ടിയിട്ടില്ല. പിറ്റേന്ന് രാവിലെ സഭയിൽ വന്നിരുന്നു. ഭയങ്കര അന്യഭാഷ. ആരാ അന്ന് പ്രസംഗിക്കാൻ വന്ന? ആരാ? അല്ലെ ആരാ? കാലഘട്ടത്തിന്റെ പ്രവാചകൻ. ഇത് കേട്ടപ്പോഴത്തേക്ക് അറിയാമ്പടെ ചങ്കിടിക്കാൻ തുടങ്ങി. പ്രവാചകൻ എന്താ ചങ്കിടിക്കാൻ കാര്യം? ഇന്നലെ കാലാന്ന് വിളിച്ചതല്ല, ഇന്ന് എല്ലാവരും മുമ്പിൽ ഭയങ്കര അന്യഭാഷക്കാരിയായിട്ടൊക്കെ ഇരിക്കുക. കുടഞ്ഞെന്നും പറഞ്ഞിരിക്കുമ്പോഴാണ് പ്രവാചകൻ രംഗത്തിറങ്ങി. ഉടനെ മറിയാമ എൻ്റെ അടുത്ത് വരല്ലേ, എൻ്റെ അടുത്ത് വരല്ലേ, എൻ്റെ അടുത്ത് വരല്ലേ, എൻ്റെ അടുത്ത് വരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആമേ, ചിലരങ്ങനെ വരല്ലേ എന്നും പ്രാർത്ഥിക്കും. ഞാനൊക്കെയാണെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോലും വരൂല, പേടിയാ. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോവുക, കുഴപ്പമില്ല. സ്വതന്ത്രം സംഗതി ഇങ്ങനെയാ കേട്ടോളെ. എൻ്റെ അടുത്ത് വരല്ലേ വരല്ലേ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ പ്രവാചകൻ ആരെടുത്ത് വന്നു? മറിയാമെടുത്തു. തലയിലോട്ട് കയ്യും വെച്ചു. മകളെ, നിന്റെ കണ്ണുനീരും നിന്റെ പ്രാർത്ഥനയും എൻ്റെ ആത്മാവ് കണ്ടിരിക്കും. നിന്നെ ഞാൻ മാനിച്ച് അനുഗ്രഹിക്കാൻ പോവാ. ഈ ഉപവാസം പോലും നിനക്ക് വേണ്ടി വെച്ചാൽ ആത്മാവ് സംസാരിക്കും. ഇതാണോ പരിശുദ്ധാത്മാവ്? ഇതാണോ ശുദ്ധീകരണം? ഇത് കേട്ട മറിയാമ്മയുടെ ഹൃദയത്തിൽ ന്യായമായ ഒരു ചിന്ത വന്നു. അപ്പൊ കാലാന്ന് വിളിക്കുന്ന ഒരു തെറ്റല്ല.
തെറ്റായിരുന്നു. ഇത്രയും പേര് ഇവിടെ ഇരുന്ന കൂട്ടത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് മാത്രം ദൂത് പറയും. അപ്പൊ ദൈവം എന്നെ എത്ര സ്നേഹിക്കുന്നു നോക്കാം മാമൻ. നാളെ തൊട്ട് കാലാന്ന് വിളിക്കാം. ഇതല്ല പരിശുദ്ധാത്മാവ്, ഇതല്ല ശുദ്ധീകരണം. പരിശുദ്ധാത്മാവ് പറയത്തില്ലേ? പറയും. പ്രവാചകന്മാരില്ലേ? ഉണ്ട്. എങ്ങനെ പറയും? മകളെ, നിന്റെ കണ്ണുനീരും നിന്റെ പ്രാർത്ഥനയും എല്ലാം ദൈവത്തിന് പ്രസാദ. പക്ഷെ നിന്റെ നാക്കിന് നീ കടിഞ്ഞാണിട്ടില്ലെങ്കിൽ തമ്പുരാൻ നിന്നെ അടിച്ചെടുത്ത് ദൂരെ കളയെന്ന് പറഞ്ഞാൽ അവനാണ് ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകൻ. ഉണ്ടോ അങ്ങനെ പ്രവാചകൻ അമേരിക്കയിൽ? സ്വീകരിക്കാം നമുക്ക്. തെളിവ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23:16 വായിച്ച് അവസാനിപ്പിക്കാൻ പോവാം. ഇനി വാക്യം എടുക്കുന്നില്ല, വായിച്ച് അവസാനിപ്പിക്കാം. 16. എങ്ങനെ അറിയും മാസ്റ്റേ? വണ്ടിക്കണക്കിന് വന്നങ്ങ് ഇറങ്ങുക ഇവിടെ. ഞങ്ങൾ എങ്ങനെ അറിയും? അറിയാനുള്ള വഴി പുസ്തകം പറഞ്ഞു തന്നിട്ടുണ്ടോ? വായിക്ക്. 16. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. ഇവിടെ കേൾക്കരുതെന്നും പുസ്തകത്തിൽ ഉണ്ടോ? പുസ്തകം വായിക്കണം. കേൾക്കരുത്. എന്തുകൊണ്ട് കേൾക്കരുത്? അവർ നിങ്ങളെ വ്യാജം ഉപദേശിക്കുന്നു. യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല, സ്വന്തം ഹൃദയത്തിലെ ദർശനമത്രേ അവർ പ്രവചിക്കുന്നത്. കണ്ടോ? ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ? എന്റെ ആത്മാവ് പറയുന്നു. സത്യമാണ്, പുള്ളിയുടെ ആത്മാവ്. കേക്കണേ കേക്കണേ, എനിക്ക് ഭയങ്കര എതിരാ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എന്നെ മുസ്ലിങ്ങൾ കൊല്ലത്തില്ല, കൊല്ലുന്ന പെന്തിക്കോസുകാരൻ. കാരണം ഉമ്മാരെല്ലാം കഞ്ഞൂടി മുട്ടിക്കൊണ്ടിരിക്കുക. സ്വതന്ത്രം. ഈ തലയിലതാ ഈ ഒരു മുടി താഴോട്ട് വീണമെങ്കിലുണ്ടല്ലോ, എൻ്റെ ദൈവം അറിയാതെ സംഭവിക്കുക. അതിന് ചങ്കൂറ്റം ഉള്ളതുകൊണ്ടാ. നാട്ടിൽ ജനിച്ചു വളർന്ന പട്ടണത്തിലെ കവലയിൽ കറിയാച്ചൻ കൊല്ലോന്നല്ല, ഷമീർ കൊല്ലോ എന്ന പേരിൽ നിന്നുകൊണ്ട് ഉലകത്തിലൊരു ദൈവം ഉണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവാണ് പ്രസംഗിക്കാനുള്ള ചങ്കൂറ്റമുള്ളത്. മസിൽ പവർ കൊണ്ടല്ല, എൻ്റെ തമ്പുരാൻ അറിയാതെ തലയിലെ മുടിനാളിയുടെ പൊടിയെത്തി. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി. ആ ദിവസം വരെ എന്നെ കാപ്പാൻ അവൻ ശക്തനാണ്. അയ്യോ പാസ്റ്റർ, ഞങ്ങൾ എങ്ങനെ അറിയും? ഇതിപ്പം ദൈവം അയച്ചതാണോ അയക്കാത്തയാണോ? അടുത്ത വാക്ക് 17-ാം വാക്ക്. ആമേൻ. എന്നെ നിരസിക്കുന്നവരോട് അവർ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. കണ്ടോ? ദൈവത്തെയും വചനത്തെയും അനുസരിക്കാതെ തെക്ക് വടക്ക് നടക്കുന്നവരോടും നിനക്ക് സമാധാനം ഉണ്ടാകുമെന്ന് അവർ പറയും. അടുത്തത്, തങ്ങളുടെ ഹൃദയത്തിലെ ശാഠ്യപ്രകാരം തീർന്നില്ല മാറ്റല്ലേ, തങ്ങളുടെ ഹൃദയത്തിലെ ശാഠ്യപ്രകാരം നടക്കുന്നവരോടൊക്കെയും നിങ്ങൾക്ക് ഒരു ദോഷവും വരത്തില്ലെന്ന് അവർ പറയും. അതല്ലേ പറയുന്നേ? സ്വന്തം ഹൃദയത്തിലെ ശാഠ്യം അനുസരിച്ച് ആരാധനയ്ക്ക് വരാതെയും കണ്ട വഴിയും പോയ വഴിയും നോക്ക്, ദൈവഹിതമല്ലാത്ത ബന്ധങ്ങളിൽ ഇടപാട് നടത്തിയും ദൈവഹിതമല്ലാത്ത ഫോൺ കോളിന് ചെവി കൊടുത്തും ബാത്റൂമിൽ കയറി മിസ് കോൾ അടിച്ചും തലയണ അടി വെച്ചും മെസ്സേജ് അയച്ചും ആരാധനക്കകത്ത് ആപ്പ് തോണ്ടിയും ഇരിക്കുന്നവന്റെ അടുക്കച്ചെന്ന് നിനക്ക് ദോഷം വരത്തില്ലെന്ന് പറയും. ആമേൻ. മനസ്സിലായോ? ഞാനിവിടെ വന്നു കഴിഞ്ഞ ഒരു ഞായറാഴ്ച എന്നുള്ള കാര്യം മറന്നുപോയി. ഒരു പാസ്റ്റർ ഫോണിൽ വിളിച്ചോ, പിന്നെ ഓർത്ത് അയ്യോടെ അവിടെ പകലല്ലയോ, ആരാധന സമയം ആയിരിക്കുമല്ലോ എന്ന് ഓർത്ത് പെട്ടെന്ന് പിന്നെ ഫോണങ്ങ് വെച്ചു. ഉടനെ എനിക്ക് മെസ്സേജ് വരിക വാട്സാപ്പിൽ, ഞാൻ ആരാധനയിലിരിക്കുക, തീർന്നിട്ട് വിളിക്കാൻ. പാസ്റ്റർ സ്വന്തം ഹൃദയത്തിലെ ശാഠ്യപ്രകാരം നടക്കുന്നവരോടൊക്കെയും നിനക്കൊരു ദോഷവും വരുത്തില്ല എന്നവർ പറയുന്നു. അല്ലേ? സകല സൂത്രം കാണിച്ച് 3 പെണ്ണ് കെട്ടിയ ശശി തരൂരിനോട് ഒരുത്തം പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു നിന്നെ മന്ത്രിയാക്കും. 3 പെണ്ണ് കെട്ടിയവനോ, അവനും പ്രവാചകൻ. ഇവിടെ ഒക്കെ വന്ന് ഇറങ്ങി വാരിക്കൊണ്ട് പോയതാ. ഞാൻ പേര് പറയുന്നതല്ല, പിന്നെ എനിക്കിവിടെ പല ഞാൻ ഇങ്ങനെ പിടിച്ചു നിർത്തിയേക്കുക. മറ്റേ എല്ലാ അഡ്രസ് സഹിതം പറയുന്നവനാണ്. ഞാൻ നിർത്തുക, സമയമായി. ശ്രദ്ധിച്ചു കേട്ടോണം. ആമേ. സ്വന്തം ഹൃദയത്തിലെ ശാഠ്യപ്രകാരം നടക്കുന്നതൊക്കെ നിങ്ങൾക്കൊരു ദോഷവും വരികയില്ലെന്ന് പറയും. ഇനി അവര് ദൈവത്തിന്റെ പ്രവാചകനായിരുന്നെങ്കിലോ അതുകൂടെ വായിച്ചങ്ങ് നിർത്തുക. 22-ാം വാക്യം വായിച്ചു. പ്രസംഗിക്കുന്നൊന്നുമില്ല, വായിച്ചു. 22-ാം വാക്യം. അവർ എന്റെ ആലോചനാ സഭയിൽ നിന്നിരുന്നെങ്കിൽ, തമ്പുരാൻ പറയാ, അവർ എന്റെ പ്രവാചകന്മാരായി എന്റെ ആലോചനാ സഭയിൽ നിന്നിരുന്നെങ്കിൽ അവരെന്ത് ചെയ്യുമെന്ന് അറിയാമോ? എന്റെ വചനങ്ങളെ എന്റെ ജനത്തെ കേൾപ്പിച്ച് അവരെ അവരുടെ ആകാത്ത വഴിയിൽ നിന്നും അവരുടെ പ്രവർത്തികളുടെ ദോഷത്തിൽ നിന്നും അവരെ മടക്കി വരുത്തുമായിരുന്നു. നിനക്ക് ഇക്കിളിപ്പെടുത്തുന്ന ദൂത് പറഞ്ഞ് നിന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന 500 എന്റെ പോക്കറ്റ് വരുത്തുകയല്ല. നിന്റെ കുറവ് വെളിപ്പെടുത്തി, നിന്റെ ബലഹീനത വെളിപ്പെടുത്തി, നിന്റെ അകൃത്യം വെളിപ്പെടുത്തി ഇനിയും തമ്പുരാനോട് അടുക്കുവാൻ നിത്യതയ്ക്ക് തടസ്സമായി നിന്റെ ജീവിതത്തിൽ ഒളിഞ്ഞും മറഞ്ഞു വിരിക്കുന്നതിന് നിനക്ക് ബോധം വരുത്തി നിന്റെ തമ്പുരാനോ
ശുദ്ധീകരിച്ച് രാജാവിന്റെ സന്നിധിയിൽ നിൽക്കാൻ മുറ വന്നപ്പോൾ ഹേഗായിയാണ് എസ്തേറിനെ രാജാവിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയത്. അത് നിഴല, അതിന്റെ പൊരുള്. കാഹളം മുഴങ്ങുമ്പോൾ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ സഭയാകുന്ന മണവാട്ടിയും കൊണ്ട് അന്ത്യാകാശ മണിപ്പന്തലിൽ നിർത്തും. രാജാവ് പ്രസാദിച്ചിട്ട് എസ്തേറിന്റെ തലയിൽ കിരീടം വെച്ചതുപോലെ നാമും പ്രതിഫലങ്ങളെ പ്രാപിക്കുന്ന ഒരു ദിനം ഇതാ വേഗത്തിൽ അടുത്തു വരുന്നു. സൗന്ദര്യമുള്ള, യുവത്വമുള്ള, മലിനപ്പെടാത്ത മണവാട്ടിയായി ആഹ്ലാദത്തിൽ എടുക്കപ്പെടുവാൻ ഈ തിരുവചനം ഉപകാരമായി തീരട്ടെ എന്ന് ആശംസിച്ച വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം എല്ലാവരെയും സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ.